മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, ബക്ലിംഗ് ഓഫ് കോളംസ്. അപ്പം ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോളംസ് എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ, കോളംസ് എങ്ങനെയാണ് ഫെയിൽ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, കോളംസിൽ ഏതൊക്കെ തരത്തിലാണ് ഫെയിലിയറിനുള്ള ചാൻസസ് ഉള്ളത്, അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് കോളം എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കോളം ഈസ് സിംപ്ലി എ വെർട്ടിക്കൽ സ്ട്രക്ചറൽ മെമ്പർ. ഓക്കെ, അപ്പം നമ്മൾ വീടുകളിലെല്ലാം കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ വീടുകളിലെല്ലാം നമ്മൾ വയ്ക്കുന്ന സമയത്ത്, വീടുകളോ ഫ്ലാറ്റുകളോ എല്ലാം ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ വെർട്ടിക്കൽ ആയിട്ടുള്ള കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് കാണാറുണ്ട്. ഓക്കെ, അതിന് നമ്മൾ പില്ലേഴ്സ് അല്ലെങ്കിൽ കോളംസ് എന്നായിരിക്കും മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വെർട്ടിക്കൽ സ്ട്രക്ചറൽ മെമ്പേഴ്സിനെയാണ് നമ്മൾ കോളം എന്ന് മെൻഷൻ ചെയ്യുന്നത്. ആ കോളത്തിൻ്റെ അകത്ത് വരുന്ന ലോഡ് എന്ന് പറയുന്നത് പ്യുവർ കംപ്രസീവ് ലോഡായിരിക്കും വരുന്നത്. ഓക്കെ, അതായത് ഇതുപോലത്തെ ഒരു പില്ലർ ഉണ്ടെങ്കിൽ മുകളിലുള്ള റൂഫിൻ്റെ എൻ്റയർ ലോഡായിരിക്കും ഈ ഓരോ പില്ലേഴ്സിനും വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോളം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? കോളം ഈസ് സിംപ്ലി എ വെർട്ടിക്കൽ സ്ട്രക്ചറൽ മെമ്പർ. കോളം ഈസ് സിംപ്ലി എ വെർട്ടിക്കൽ സ്ട്രക്ചറൽ മെമ്പർ വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ടേക്കിംഗ് പ്യുവർ കംപ്രസീവ് ലോഡ്. ഓക്കെ, അപ്പം ആ കംപ്രസീവ് ലോഡ് എന്ന് പറയുന്നതിൽ അതിൽ ആ കോളത്തിൻ്റെ തന്നെ സെൽഫ് വെയിറ്റും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ മെയിനായിട്ട് വരുന്നത് ബക്ലിംഗ് ഓഫ് കോളംസ്. എന്താണ് കോളത്തിൻ്റെ ബക്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന ഇമേജസിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു വെർട്ടിക്കൽ കോളമാണ്. ഓക്കെ, ഇത് മറ്റൊരു കോളമാണ്. ഓക്കെ, പക്ഷേ ഈ വെർട്ടിക്കൽ കോളത്തിൻ്റെ നമ്മൾ പ്രൊഫൈൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് എക്സാക്ട് വെർട്ടിക്കൽ അല്ല, ഇതിങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് നിൽക്കുവാണ് അല്ലേ, ഇവിടെ വെച്ചിട്ട് ബെൻഡ് ചെയ്തൊന്ന് നിൽക്കുവാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിഫ്ലക്ഷൻ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് സൈഡ് വേസ് ആയിട്ടാണ്, ഈ ഡയറക്ഷനിലായിട്ടാണ് ഡിഫ്ലക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തത് എലോങ് ദി ആക്സിസ് ആണ് അല്ലേ. നമ്മൾ ആക്സിസിലൂടെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു സിലിണ്ട്രിക്കൽ യൂണിറ്റിൽ അല്ലെങ്കിൽ ഒരു സിലിണ്ട്രിക്കൽ സ്ട്രക്ചറൽ മെമ്പറിൻ്റെ അകത്ത് ആക്സിലായിട്ട് ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇതിൻ്റെ ലെങ്ത്ത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ കോളത്തിൻ്റെ കേസിൽ ചില സിറ്റുവേഷൻസിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് ഡിക്രീസ് ചെയ്യുന്നതിന് പകരം ഇതിങ്ങനെ സൈഡ് വേസ് ആയിട്ട് ഇങ്ങനെ അങ്ങ് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് അങ്ങ് മാറും. ഓക്കെ, അപ്പം അതിന് എക്സാമ്പിൾസ് ആണ് ഇത്, റിയൽ ലൈഫ് എക്സാമ്പിൾസ്. ബക്കിൾഡ് സ്റ്റീൽ കോളവും ബക്കിൾഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കോളംസ്. ഓക്കെ, RCC സിമെൻറ്റ് കോൺക്രീറ്റ് കോളംസും RCC കോളംസും ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇനിഷ്യലി ഈ ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യൽ കോളത്തിൻ്റെ പൊസിഷനാണ്. അതിൻ്റെ അകത്ത് ആക്സിലി നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുകയാണ്. ഫ്രം ദി ടോപ്പും P അപ്ലൈ ചെയ്യുന്നുണ്ട്, ഫ്രം ദി ബോട്ടവും P ആണ് ലോഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ യൂണിറ്റിൻ്റെ ലെങ്ത്ത് ഡിക്രീസ് ചെയ്യുന്നതിന് പകരം ഇത് സൈഡ് വൈസ് ആയിട്ട് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യുവാണ് അല്ലേ, ലാറ്ററൽ സൈഡിലേക്ക് ഇത് ഡിഫ്ലക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഈ തരത്തിലുള്ള ഡിഫ്ലക്ഷനെയാണ് നമ്മൾ ബക്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം വെൻ എ സ്ലെൻഡർ മെമ്പർ ഈ സബ്ജക്റ്റഡ് ടു ആൻ ആക്സിയൽ കംപ്രസീവ് ലോഡ് ഇറ്റ് മേ ഫെയിൽ ബൈ എ കണ്ടീഷൻ കോൾഡ് ബക്ലിംഗ്. ഓക്കെ, അപ്പം ഇതിൽ ഈ ഡോട്ടഡ് ലൈൻസ് എന്ന് പറയുന്നത് കോളത്തിൻ്റെ ഇനിഷ്യൽ പൊസിഷനും ഇവിടുത്തെ ഈ ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ കോളത്തിൻ്റെ ബക്കിൾഡ് ഷേപ്പുമാണ്. ഓക്കെ, നെക്സ്റ്റ് ഷോർട്ട് ആൻഡ് സ്ലെൻഡർ കോളംസ്. ഓക്കെ, ഷോർട്ട് ആൻഡ് സ്ലെൻഡർ കോളംസ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ, അതായത് എല്ലാ കോളംസും വന്നിട്ട് ബക്കിൾ ചെയ്യത്തില്ല. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഒരു ചെറിയ മാച്ച് സ്റ്റിക്കും ഓക്കെ, ഒരു ഇച്ചിരി കൂടെ നീളമുള്ള ഒരു ഈർക്കിലിൻ്റെ കഷ്ണം എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ രീതിയിൽ ഈ മാച്ച് സ്റ്റിക്ക് അല്ലെങ്കിൽ ഈ ചെറിയ മെറ്റൽ പീസിൻ്റെ അകത്ത് എന്ത് സംഭവിക്കത്തില്ല? ബക്ലിംഗ് സംഭവിക്കത്തില്ല. പകരം ഇതിൻ്റെ അകത്ത് കംപ്രസീവ് സ്ട്രെസ്സസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ കുറച്ചുകൂടെ നീളമുള്ള ഒരു ഈർക്കിൽ കഷ്ണമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്തും ആക്സിയലിയാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത് അല്ലേ, എലോങ് ദി ആക്സിസ്. ഇതിൻ്റെ ആക്സിസ് വൈസ് ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇതുപോലെ ബെൻഡ് ചെയ്യുന്നതായിട്ടായിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതിൻ്റെ ലെങ്ത്തിലല്ലായിരിക്കും റിഡക്ഷൻ സംഭവിക്കുന്നത്, പകരം ഇത് ഇതുപോലെ വളഞ്ഞു വരും അല്ലേ. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയനെയാണ് നമ്മൾ ബക്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ദി കോളം അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇത് ചെറിയ ലെങ്ത്തും ഇത് വന്നിട്ട് ഇതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇൻക്രീസിങ് ദി ലെങ്ത് ഓഫ് എ കോളം റെഡ്യൂസസ് ദി ബക്ലിംഗ് ലോഡ് അല്ലേ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ബക്ലിങ്ങിന് വേണ്ടി കൂടുതൽ ലോഡ് അപ്ലൈ ചെയ്താലേ ഇത് ബക്കിൾ ചെയ്യത്തുള്ളൂ, കാരണം ഇവിടുത്തെ ലെങ്ത് കുറവാണ്. ഓക്കെ, ഇതേ സെയിം മെറ്റീരിയൽ ഇതേ സെയിം ഡയമീറ്റർ ഉള്ളത് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്തു? നമ്മൾ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു അല്ലേ. അപ്പോൾ ഇൻക്രീസിങ് ദി ലെങ്ത് ഓഫ് ദി കോളം റെഡ്യൂസസ് ദി ബക്ലിംഗ് ലോഡ് അല്ലേ. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാകുമ്പോൾ നമ്മൾ കുറച്ച് ലോഡ് കൊടുത്താൽ തന്നെ ഇത് എന്ത് ചെയ്യും? ബക്കിൾ ചെയ്യും. ഇവിടെ ലെങ്ത് കുറവായതുകൊണ്ട് കൂടുതൽ ലോഡ് കൊടുത്താൽ ബക്ലിംഗ് എന്ന് പറയുന്ന ഫിനോമിന നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും? compressive stress ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, എ മാച്ച് സ്റ്റിക്ക് ഈസ് റീസണബിളി സ്ട്രോങ് ഇൻ കംപ്രഷൻ ബട്ട് എ ലോങ്ങർ സ്റ്റിക്ക് വിത്ത് ദി സെയിം ക്രോസ് സെക്ഷൻ ആൻഡ് സെയിം മെറ്റീരിയൽ വുഡ് ബി വീക്കർ ആൻഡ് ബക്കിൾസ് ഇൻ കംപ്രഷൻ.
അല്ലേ? അപ്പം ഇത് ഈ എക്സാമ്പിളിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്തത്. ഇത് മാസ്റ്റിക്കും ഇത് വന്നിട്ട് ലോങ്ങർ സ്റ്റിക്കും അല്ലേ? ഇപ്പം മാസ്റ്റിക് ആണെങ്കിൽ കംപ്രഷനിലായിരിക്കും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. എന്നാൽ അതിനെക്കാട്ടി നീളമുള്ളൊരു വുഡിൻ്റെ തന്നെ ഒരു സ്ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ അതിന് എന്തായിരിക്കും ബക്ലിംഗ് ഫിനോമിന ആയിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്. ഇനി ഫെയിലിയർ ഓഫ് കോളം ഓർ സ്ട്രട്ട്. ഓക്കെ, കോളം അല്ലെങ്കിൽ സ്ട്രട്സിൻ്റെ ഫെയിലിയർ എങ്ങനെയൊക്കെ സംഭവിക്കും? ഓക്കെ, അപ്പം കോളം ഓർ സ്ട്രട്ട് ഫെയിൽ ചെയ്യാൻ പറ്റുന്നത് മെയിൻലി 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ്, ഡ്യൂ ടു ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്. നമ്മൾ ഇതുപോലത്തെ ഒരു കോളത്തിൻ്റെ ഒരു യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിനെ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പരിധിക്കപ്പുറം ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ സർഫസിൽ തന്നെ ചെറിയ രീതിയിൽ ക്രാക്സ് ഫോം ചെയ്തിട്ട് അത് ഫെയിൽ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ സെക്കൻഡ് ഫെയിലിയർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതുപോലെ ഇത് ബക്കിൾ ചെയ്ത് അല്ലേ? അപ്പോൾ ഇനിഷ്യലി ഇത് സ്ട്രെയിറ്റ് ആയിരുന്നു, ഇത് ബക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആയിട്ട് തന്നെയാണ് നമുക്ക് കണക്ക് കൂട്ടുന്നത് അല്ലേ? അപ്പം ഒന്നുകിൽ ഇതിൽ കംപ്രസീവ് സ്ട്രെസ് കൂടി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ചെറിയ ക്രാക്സ് വന്നിട്ട് അത് ഫെയിൽ ആവാം, അല്ലെങ്കിൽ ഈ തരത്തിൽ ബക്കിൾ ചെയ്തിട്ട് ഫെയിൽ ആവാം അല്ലേ? അപ്പം ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്സസ് വരുന്നുണ്ട്, ബക്ലിംഗ് സ്ട്രെസ്സസ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ കോമ്പിനേഷൻ ഓഫ് ബോത്ത് അല്ലേ? കംപ്രസീവും ബക്ലിങ്ങും കൂടെ ഒരുമിച്ച് വരുന്ന സിറ്റുവേഷൻസും ഉണ്ട്. ഓക്കെ, ശരി. The mode of failure of column depends upon their lengths and depend on the mode of failure of columns are classified as short columns and long columns. Okay, അപ്പോൾ നമ്മൾ കോളംസിനെ ഷോർട്ട് ആൻഡ് ലോങ് കോളംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഷോർട്ട് കോളംസ് ആകുമ്പോഴത്തേക്കും യൂഷ്വലി ദേ ഫെയിൽ ഡ്യൂ ടു കംപ്രസീവ് സ്ട്രെസ്സും ഓക്കെ ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്സും, ലോങ് കോളംസ് ആകുമ്പോഴത്തേക്കും ദേ ഫെയിൽ ഡ്യൂ ടു ബക്ലിംഗ് സ്ട്രെസ്സസും ആയിരിക്കും. ഓക്കെ, അപ്പം ലോങ് കോളംസിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഓക്കെ ഈ ബക്ലിംഗ് ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡെഡ്യൂസ് ചെയ്തെടുത്തതാണ് ഇത് യൂളേഴ്സ് തിയറി ഫോർ ലോങ് കോളംസ് എന്ന് പറയും. ഓക്കെ, യൂളർ എന്ന് പറയുന്നത് തിയറി പുട്ട് ഫോർവേഡ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് യൂളേഴ്സ് തിയറി ഫോർ ലോങ് കോളംസ്. ഓക്കെ, അപ്പം ലോങ് കോളംസിന് മാത്രമാണ് ഈ ഒരു തിയറി ബാധകമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ യൂളേഴ്സ് തിയറി ഫോർ ലോങ് കോളംസിൽ പറയുന്നത് PE ഈക്വൽ ടു, അതായത് യൂളേഴ്സ് ലോഡാണ്. യൂളേഴ്സ് അല്ലെങ്കിൽ ഓയിലേഴ്സ് എന്ന് പറയും. ഓയിലേഴ്സ് ഇന്റർചേഞ്ചബിളി പറയാറുണ്ട്. അപ്പോൾ ഓയിലേഴ്സ് ലോഡ് ഫോർ ലോങ് കോളംസ് പറയുമ്പോഴത്തേക്കും ഓയിലേഴ്സ് ലോഡ് PE അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് PE. ഓക്കെ, രണ്ടുപേരും ഓയിലേഴ്സ് ലോഡ്, ക്രിപ്ലിംഗ് ലോഡ്, അതിന് പുറമെ ബക്ലിംഗ് ലോഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഓയിലേഴ്സ് ലോഡ്, ക്രിപ്ലിംഗ് ലോഡ് ഓർ ബക്ലിംഗ് ലോഡ് PE ഈക്വൽ ടു പൈ സ്ക്വയർ E I മിനിമം ബൈ LE സ്ക്വയർ. ഓക്കെ, പൈ സ്ക്വയർ E I മിനിമം ബൈ LE സ്ക്വയർ. ഓക്കെ, ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുന്ന ഇതിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം ചോദിക്കും. ഓക്കെ, അപ്പം ഓയിലേഴ്സ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് ഈക്വൽ ടു പൈ സ്ക്വയർ. ഓക്കെ, പൈ എന്ന് പറയുന്നത് നമ്മുടെ 3.14 തന്നെ കൊടുക്കാം. E എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഫോർ ദി മെറ്റീരിയൽ, അതായത് നമ്മുടെ കോളത്തിൻ്റെ മെറ്റീരിയൽ ഏതാണോ അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് E എന്ന് പറയുന്നത്. I മിനിമം എന്ന് പറയുന്നത് കോളത്തിന് ഒരു ക്രോസ് സെക്ഷൻ കാണും. ഓക്കെ, അപ്പം കോളത്തിൻ്റെ ലെങ്ത് വൈസ് അല്ല, അല്ലാതെ തന്നെ ഒരു ക്രോസ് സെക്ഷൻ കാണും. ഓക്കെ, അപ്പോൾ ക്രോസ് സെക്ഷൻ വൈസ് ചെക്ക് ചെയ്യുമ്പോൾ അത് സർക്കുലർ ക്രോസ് സെക്ഷൻ ആവാം, ഹോളോ ട്യൂബ്സ് ആവാം, ഓക്കെ, അല്ലെങ്കിൽ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആവാം, റെക്ടാങ്കുലർ ട്യൂബ്സ് ആവാം, ഐ സെക്ഷൻസ് ആവാം, ഈ തരത്തിലെല്ലാം കോളംസ് വരാം. ഓക്കെ, അപ്പം അതിൻ്റെ ആ ക്രോസ് സെക്ഷൻ്റെ മിനിമം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, അപ്പോൾ ക്രോസ് സെക്ഷനിലൂടെ നമുക്ക് 2 സെൻട്രോയിഡൽ ആക്സിസുകൾ വരയ്ക്കാം. ഒരു IXX എന്ന് പറയുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യാം, അവിടെ ഒരു IYY എന്ന് പറയുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ രണ്ടിലും ഏതാണോ മിനിമം വരുന്നത് ആ മിനിമം വാല്യൂ വേണം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പൈ സ്ക്വയർ I മിനിമം ബൈ LE സ്ക്വയർ. LE എന്ന് പറയുന്നത് ഇക്വലൻ്റ് ലെങ്ത്. ഓക്കെ, ഇക്വലൻ്റ് ലെങ്ത് ഓഫ് ദി കോളം. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ കോളത്തിനെ ഡിഫറെൻറ്റ് പൊസിഷൻസിലായിട്ട് ഫിക്സ് ചെയ്തിട്ട് ലോഡ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണിൽ നോക്കുവാണെങ്കിൽ AB ആണ് നമ്മുടെ കോളം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ബോട്ടം എൻഡ് ഫിക്സ് ചെയ്തിട്ട് ടോപ്പ് എൻഡിലായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആക്സിയൽ കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്യണം, ആക്സിയൽ ലോഡ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം ഇത് ഇനിഷ്യലി സ്ട്രെയിറ്റ് ആയിരുന്നു എന്നുള്ളത് ഓർക്കുക. ഇനിഷ്യലി ഇത് സ്ട്രെയിറ്റ് ആയിരുന്നു. ഓക്കെ, അങ്ങനെ ഇരുന്നതിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ബോട്ടം എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, എന്നിട്ട് ടോപ്പ് എൻഡിൽ നമ്മൾ ആക്സിയൽ ലോഡ് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത് ഈ തരത്തിൽ ഇങ്ങനെ ബക്കിൾ ചെയ്യും അല്ലേ, ഇവിടെ ഇങ്ങനെ ഈ തരത്തിലായിരിക്കും ബക്കിൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലെങ്ത് ഓഫ് ദി കോളം എന്ന് പറയുന്നത് L-ഉം ഓക്കെ, ഇവിടുത്തെ ഇക്വലൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് LE ഈക്വൽ ടു 2 ടൈംസ് L ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ LEക്ക് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ഈ ഒരു കണ്ടീഷനിൽ വരുമ്പോഴത്തേക്കും, ഈ ഒരു എൻഡ് കണ്ടീഷനിൽ വരുമ്പോൾ LEക്ക് പകരം 2L വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ഈ കേസിൽ വരുമ്പോഴത്തേക്കും ബോട്ടം എൻഡ് പിൻഡും
ടോപ്പ് എൻഡും എന്താണ് പിൻ ജോയിൻ്റ് ആണ്. ഇത് ആ ലോഡിങ്ങിന് വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ കോളത്തിൻ്റെ എൻഡിൽ വരുന്ന ആ ഒരു എൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു പിന്നിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്, ഇവിടെ ഒരു പിന്നിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ബോത്ത് എൻഡ്സ് പിൻഡ് ആയിട്ടുള്ള എൻഡ് കണ്ടീഷൻ. ഓക്കെ, ഇപ്പോൾ കോളത്തിൻ്റെ രണ്ട് എൻഡുകളും പിൻ ചെയ്ത് വെച്ചിട്ട് ലോഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇക്വലൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്ത്തിന് തന്നെ ഈക്വൽ ആയിരിക്കും. ഇവിടെയാണെങ്കിലോ ഇവിടെ വന്നിട്ട് ബോട്ടം എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ബോട്ടം എൻഡ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു, ടോപ്പ് എൻഡിലാണ് പിൻ ജോയിൻ്റ് ഉള്ളത്. ഓക്കെ, ആ സിറ്റുവേഷനിൽ വരുമ്പോൾ L ഈക്വൽ ടു 0.7 ടൈംസ് L. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ബോട്ടം എൻഡും ഫിക്സ്ഡ് ആണ്, ഇവിടുത്തെ ടോപ്പ് എൻഡ് എയും എന്താണ് ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഇത് ഈ ലോഡിങ്ങിന് വേണ്ടിയുള്ള ഒരു ലോഡിങ് സെറ്റപ്പ് മാത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ കോളത്തിൻ്റെ എൻഡ് നോക്കിയാൽ ഓക്കെ, ഇപ്പോൾ കോളത്തിൻ്റെ എൻഡ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെയും ഫിക്സഡ് ആണ്, ഇവിടെയും എന്താണ് ഫിക്സഡ് ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആക്സിലി ലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ബക്കിൾ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഓരോ ഇടത്തും ബക്ലിങ്ങിൻ്റെ ആ കർവ് നോക്കുവാണെങ്കിൽ ഇവിടെ കർവ് എന്ന് പറയുന്നത് ഈ തരത്തിൽ, ഇവിടെ വന്നിട്ട് നീണ്ട ഇതുപോലെ ഓൾമോസ്റ്റ് ഒരു സി ഷേപ്പിൽ, ഇവിടെ വേരിയേഷൻ ഉണ്ട്. ഇവിടെ കുറച്ച് പോർഷൻ ഈ ഫിക്സഡിൽ നിന്ന് കുറച്ച് പോർഷനിൽ എന്തിൻ്റെ എഫക്ട്സ് കാണിക്കത്തില്ല, ബക്ലിംഗ് ഫിനോമിന കാണിക്കത്തില്ല അല്ലേ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, ഇതിങ്ങനെ ബെൻഡ് ആവുന്നത്. അപ്പോൾ കുറച്ച് ഫിക്സഡ് എൻഡിൻ്റെ കുറച്ച് റീജിയനിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ബക്ലിംഗ് നടന്നാലും ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. ഓക്കെ, എന്നാൽ പിൻ ജോയിൻസ് ആണെങ്കിൽ ആ പിന്നിൽ നിന്ന് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ബക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ ആ ബെൻഡിങ് അല്ലെങ്കിൽ കർവേച്ചർ നമുക്ക് ഒബ്സർവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ രണ്ട് എൻഡും ഫിക്സഡ് ആണ് അല്ലേ, ടോപ്പ് എൻഡും ബോട്ടം എൻഡും ഫിക്സഡ് ആണ് അല്ലേ. അപ്പം ഈ ഫിക്സഡ് എൻഡ്സിൽ കുറച്ച് ഡിസ്റ്റൻസ് വരെ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും, ഇവിടെയും കുറച്ച് ഡിസ്റ്റൻസ് വരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിന്നെ ആയിരിക്കും ഇതിങ്ങനെ ബക്കിൾ ചെയ്തതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഡിഫറെൻറ്റ് എൻഡ് കണ്ടീഷൻസിൽ എന്താണ് നമ്മുടെ കോളത്തിന് ലോഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് എന്താണ് ഓയിലേഴ്സ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ്. ഓക്കെ, ഏതിനാണ് യൂസ് ചെയ്യുന്നത്, ഫോർ ലോങ് കോളംസ്. ലോങ് കോളം എന്താണ്, ഷോർട്ട് കോളം എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഓയിലേഴ്സ് ലോഡിൻ്റെ ഇക്വേഷൻ വന്നിട്ട് π² E മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി I മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ക്രോസ് സെക്ഷൻ അബൌട്ട് ഇറ്റ്സ് സെൻട്രോയിഡൽ ആക്സിസ്. L എന്ന് പറയുന്നത് ഇക്വലന്റ് ലെങ്ത് ഓഫ് ദി കോളം. ഓക്കെ, അപ്പോൾ ഇക്വലന്റ് ലെങ്ത് ആരാ തീരുമാനിക്കുന്നത്, ഇതിൻ്റെ കോളത്തിൻ്റെ രണ്ട് എൻഡും എങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിനെ ഡിസൈഡ് ചെയ്തിട്ടാണ്, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇക്വലന്റ് ലെങ്ത് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ എൻഡ് കണ്ടീഷൻസ് ഓർത്തിരിക്കുക, അവിടെ ഓരോ സിറ്റുവേഷനിലുള്ള ഇക്വലന്റ് ലെങ്ത്തും കൂടെ നമ്മൾ ഓർത്തിരിക്കണം. അതറിയാമെങ്കിലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ കാര്യം പറഞ്ഞാൽ അല്ലേ. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ I മിനിമമാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതുപോലത്തെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ വരാം. ഓക്കെ, B വിഡ്ത്തും D എന്ന് പറയുന്ന ഇവിടുത്തെ എന്താണ് സെക്കൻഡ് ഡയമെൻഷൻ അല്ലേ. അപ്പം ഇതിൻ്റെ കോളത്തിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താ ഇവിടെ ഈ എയിലൊരു ചെറിയ ലൈൻ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ നോക്കുവാണെങ്കിലുള്ള ക്രോസ് സെക്ഷൻ ആണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇതുപോലത്തെ റെക്ടാങ്കുലർ സെക്ഷൻ വരാം, ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ വരാം, സർക്കുലർ സെക്ഷൻ വരാം. അപ്പോൾ അതിൽ ഫസ്റ്റ് റെക്ടാങ്കുലർ സെക്ഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ റെക്ടാങ്കുലർ സെക്ഷൻ്റെ വിഡ്ത്ത് വന്നിട്ട് ബിയും ഇവിടുത്തെ എന്താണ് സെക്കൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡിയുമാണ്. ഓക്കെ, അപ്പം ഇതിനൊരു സെൻട്രോയിഡ് കാണും, ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും ഈ റെക്ടാങ്കിളിൻ്റെ സെൻട്രോയിഡ് വരുന്നത്. സെൻട്രോയിഡിലൂടെ എനിക്ക് രണ്ട് സെൻട്രോയിഡൽ ആക്സിസുകൾ വരയ്ക്കും. ഒരെണ്ണം ഈ വരച്ചിരിക്കുന്ന XX ആക്സിസും പിന്നെ മറ്റൊരെണ്ണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതുപോലെ വെർട്ടിക്കലായിട്ട് IYY ആക്സിസും വരയ്ക്കും. XXും ഇത് വന്നിട്ട് XX ആക്സിസ്, ഇത് വന്നിട്ട് YY ആക്സിസ്. ഓക്കെ, IXX പറയുവാണെങ്കിൽ ഓക്കെ BD³/12 ആണ് IXX എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി മെക്കാനിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ വാല്യൂസ് ഫോർ ദി ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ IXX പറയുകയാണെങ്കിൽ BD³/12ഉം IYY ആണ് നമ്മൾ പറയുന്നതെങ്കിൽ DB³/12 എന്ന് തിരിച്ചു വരും അല്ലേ, DB³/12. ഓക്കെ, അപ്പം ഇതിൽ ഏതിൻ്റെ വാല്യൂ ആണോ കുറവായിട്ട് വരുന്നത്, ഓക്കെ രണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ വാല്യൂസ് നോക്കുക, അതിൽ ഏതിൻ്റെ വാല്യൂ ആണോ കുറവായിട്ട് വരുന്നത് ആ കുറഞ്ഞ വാല്യൂ വേണം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ഈ ബക്ലിംഗ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ IXX ആണോ IYY ആണോ മിനിമം വരുന്നത് ആ മിനിമം വാല്യൂ വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഹോളോ റെക്ടാങ്കുലർ സെക്ഷനിലുള്ള ഫോർമുലയുണ്ട്. ഓക്കെ, അപ്പോൾ ഹോളോ റെക്ടാങ്കുലർ സെക്ഷനിലാകുമ്പോഴത്തേക്കും വലിയ റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഔട്ടർ റെക്ടാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആൻ ആക്സിസിൽ നിന്ന് അവിടുത്തെ ചെറിയ റെക്ടാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദി സെയിം ആക്സിസ് എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ IXX എന്ന് പറയുന്നത് എന്ത് വരും, BD³/12 മൈനസ് ഈ ചെറുതിൻ്റെ B1
d1³/12 എന്ന് വരും. ഓക്കെ, അതാണ് Ixx. അതുപോലെ തന്നെ നമുക്ക് Iyyയും പറയാനായിട്ട് വരും. ഓക്കെ, പിന്നെ സർക്കുലർ സെക്ഷൻ്റെ നിങ്ങൾക്ക് അറിയാം. സർക്കുലർ സെക്ഷനിലാകുമ്പോഴത്തേക്ക് Ixxഉം Iyyയും രണ്ടും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. അത് വന്നിട്ട് πd⁴/64, where d is the diameter. d എന്ന് പറയുന്ന അവിടുത്തെ ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം ഇനി ഓയിലേഴ്സ് തിയറി. ഓയിലേഴ്സ് തിയറിയിൽ ആ π² EI മിനിമം ബൈ LE² എന്ന് പറയുന്ന ഫോമുല ഡിറൈവ് ചെയ്ത സമയത്ത് ഓയിലർ കുറച്ച് അസംഷൻസ് എടുത്തിട്ടുണ്ടല്ലോ. ഓയിലർ കുറച്ച് അസംഷൻസ് യൂസ് ചെയ്തിട്ടാണ് ആ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ അസംഷൻസ് ഓർത്തിരിക്കുക. ഇത് നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഈ അസംഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോളം ഈസ് ഇനിഷ്യലി സ്ട്രൈറ്റ് അല്ലേ. ലോഡ് ചെയ്യുന്നതിന് മുമ്പ് കോളത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇനിഷ്യലി സ്ട്രൈറ്റ് ആയിരുന്നു. ദി ക്രോസ് സെക്ഷൻ ഈസ് യൂണിഫോം ത്രൂ ഔട്ട് അല്ലേ. കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദി ലെങ്ത് എന്ന് ഒന്നുകിൽ റെക്ടാങ്കിൾ സെയിം ലെങ്തിലുള്ള സെയിം ഡയമെൻഷനിലുള്ള റെക്ടാങ്കിൾ ആയിരിക്കണം ഫ്രം ടോപ്പ് ടു ബോട്ടം, അല്ലെങ്കിൽ സെയിം ഡയമെൻഷനിലുള്ള സർക്കിൾ ആയിരിക്കണം ഫ്രം ടോപ്പ് ടു ബോട്ടം. ഓക്കെ, ദി എൻഡ്സ് ഓഫ് ദി കോളം ആർ ഫ്രിക്ഷൻലെസ് അല്ലേ. കോളത്തിൻ്റെ എൻഡുകൾ രണ്ട്, ടോപ്പ് ആൻഡ് ബോട്ടം എൻഡ് രണ്ടും ഫ്രിക്ഷൻലെസ് ആണ്. ഫ്രിക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, ഓയിലർ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തിട്ടില്ല. മെറ്റീരിയൽ ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക് അല്ലേ. ത്രൂ ഔട്ട് ദി ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ മസ്റ്റ് ബി ഹോമോജീനിയസ് ആൻഡ് ദി പ്രോപ്പർട്ടീസ് മസ്റ്റ് ബി ഡയറക്ഷണലി ഇൻഡിപെൻഡൻറ്റ് അല്ലേ. എല്ലാ ഡയറക്ഷനിലും ഒരേ പ്രോപ്പർട്ടി തന്നെ ആയിരിക്കും. അതിനെയാണ് ഐസോട്രോപിക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ദ മെറ്റീരിയൽ ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. ഓക്കെ, സെൽഫ് വെയിറ്റ് ഓഫ് ദി കോളം ഈസ് നെഗ്ലക്റ്റഡ്. ഓക്കെ, കോളത്തിന് ഒരു സെൽഫ് വെയിറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല. ഓക്കെ, ദി ലൈൻ ഓഫ് ത്രസ്റ്റ് കോയിൻസൈഡ്സ് എക്സാക്ട്ലി വിത്ത് ദി ആക്സിസ് ഓഫ് ദി കോളം അല്ലേ. അപ്പം കോളത്തിന് നമ്മൾ ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കൃത്യം ആക്സിസിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലോഡ് ചെയ്യണം അല്ലേ. അപ്പം എക്സെൻട്രിക് ആയിട്ടുള്ള ലോഡിങ് സിറ്റുവേഷനെ കുറിച്ച് ഓയിലർ കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, ഷോർട്ടണിങ് ഓഫ് ദി കോളം ഡ്യൂ ടു ആക്സിയൽ കംപ്രഷൻ ഈസ് നെഗ്ലിജിബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്സിയൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വളരെ ചെറിയ രീതിയിലെങ്കിലും അവിടെ എന്ത് സംഭവിക്കും? അതിൻ്റെ ലെങ്ത്തിൽ റിഡക്ഷൻ സംഭവിക്കും. പക്ഷേ ആ റിഡക്ഷനും കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, ദ കോളം ഫെയിലിയർ ഒക്കേഴ്സ് ഡ്യൂ ടു ബക്ലിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ കോളത്തിന് ഫെയിലിയർ ക്യാൻ ഹാപ്പൻ ബൈ കംപ്രഷൻ ആൻഡ് ബക്ലിംഗ് എന്നാണ് പറയുന്നത്. അതിൽ ഓയിലർ ഫോമുലയിൽ കൺസിഡർ ചെയ്യുന്നത് എന്ത് മാത്രമാണ്? ബക്ലിംഗ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടുത്തെ കംപ്രഷൻ എഫക്ട്സിനെ കുറിച്ച് കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. അപ്പം ഇത്രയും അസംഷൻസ് ഓർത്തിരിക്കണം. ഓക്കെ, കോളം ഇനിഷ്യലി സ്ട്രെയിറ്റ് ആണ്, ക്രോസ് സെക്ഷൻ യൂണിഫോം ത്രൂ ഔട്ട്, ദ കോളംസ് എൻഡ്സ് ഓഫ് ദി കോളം ആർ ഫ്രിക്ഷൻലെസ്, മെറ്റീരിയൽ ഓഫ് ദി കോളം ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. ഓക്കെ, സെൽഫ് വെയിറ്റ് ഓഫ് ദി കോളം ഈസ് നെഗ്ലക്റ്റഡ്. ഓക്കെ, ലൈൻ ഓഫ് ത്രസ്റ്റ് കോയിൻസൈഡ്സ് എക്സാക്ട്ലി വിത്ത് ദി ആക്സിസ് ഓഫ് കോളം അല്ലേ. ആ കോളത്തിന് വെർട്ടിക്കലിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ വെർട്ടിക്കൽ ആക്സിസിലൂടെ തന്നെ കൃത്യമായിട്ട് ലോഡ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ തരത്തിലാണ് അവിടുത്തെ അസംഷൻസ് ഇൻ ഓയിലേഴ്സ് തിയറി വരുന്നത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് എൻഡ് കണ്ടീഷൻസ് എന്താണ്? ഒരു കോളത്തിന് നമ്മൾ വെർട്ടിക്കലി സപ്പോർട്ട് ചെയ്ത് നിർത്തുമ്പോഴത്തേക്കും ഒന്നുകിൽ രണ്ട് എൻഡും പിൻ ജോയിൻ്റ് ആവാം അല്ലേ, അല്ലെങ്കിൽ രണ്ട് എൻഡും ഫിക്സഡ് ആവാം, അല്ലെങ്കിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻഡ് ഫിക്സ് ചെയ്തിട്ട് മറ്റേ എൻഡ് പിൻ ജോയിൻ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു എൻഡ് ഫിക്സ് ചെയ്തിട്ട് മറ്റേ എൻഡ് ഫ്രീ ആയിട്ട് നിർത്താം. ഓക്കെ, ഈ 4 തരത്തിലും മാത്രമാണ് നമുക്കൊരു കോളത്തിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 തരത്തിലുമായിട്ട് കോളത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഒരു എൻഡ് ഫിക്സ് ചെയ്തിട്ട് മറ്റേ എൻഡ് ഫ്രീ ആയിട്ട് നിർത്താം. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഈ എൻഡിലും പിൻ ജോയിൻ്റ് ആണ്, ഈ എൻഡിലും പിൻ ജോയിൻ്റ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് സെക്കൻഡ്, ഇതിനെല്ലാം എൻഡ് കണ്ടീഷൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻഡ് കണ്ടീഷൻസ് ഫോർ ഈ കോളം ചോദിക്കുകയാണെങ്കിൽ ദ കോളം ക്യാൻ ബി ഫിക്സഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഫ്രീ അറ്റ് ദി അതർ എൻഡ്. ദി കോളം ക്യാൻ ബി pinned or hinged at both ends. The column is fixed at one end and hinged at the other end. The column is fixed at both ends. ബോട്ടം എൻഡ് നോക്കുവാണെങ്കിലും ടോപ്പ് എൻഡ് ഇവിടെ നോക്കുവാണെങ്കിലും ഫിക്സഡ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ തരത്തിലുള്ളതിന് നമ്മൾ വിളിക്കുന്നത് എൻഡ് കണ്ടീഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ കോളത്തിൻ്റെ എൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. ഓരോ എൻഡ് കണ്ടീഷൻസിലുള്ള ഇക്വലൻ്റ് ലെങ്ത്തിൻ്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം, LEയുടെ വാല്യൂ. ഓക്കെ, ഇത് വന്നിട്ട് നമുക്കൊരു ഡെറിവേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഡിറൈവ് ദി ഓയിലേഴ്സ് ലോഡ് ഓർ ക്രിപ്ലിംഗ് ലോഡ് ഫോർ എ കോളം വിച്ച് ഈസ് പിൻഡ് അറ്റ് ബോത്ത് എൻഡ്സ്. രണ്ട് എൻഡിലും പിൻ ജോയിൻ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കോളത്തിൻ്റെ എന്താണ് ഈ പറയുന്ന ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ഓയിലേഴ്സ് ലോഡ് ഡിറൈവ് ചെയ്യാനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ സൈൻ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും ആ ഡെറിവേഷനിൽ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മൊമെൻറ്റിൻ്റെ
സൈൻ കൺവെൻഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഫിഗേഴ്സ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഫസ്റ്റ് ഫിഗറിൽ നോക്കുവാണെങ്കിൽ ഇവിടെ എന്താണ് ഒരു ഇനിഷ്യലി ഒരു കോളം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ ഇനിഷ്യൽ കോളമാണ് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിഷ്യലി ഈ കോളം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബോട്ടം എൻഡ് ഞാൻ ഇവിടെ എന്താ ചെയ്തത്, ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ പോയിന്റിലായിട്ട് ഞാനൊരു ലോഡ് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് ലോഡ് അപ്ലൈ ചെയ്യേണ്ടത്? ആക്സിയലി ലോഡ് അപ്ലൈ ചെയ്യണം. ആക്സിയലി കംപ്രസീവ് ലോഡാണ്, അതായത് മുകളിൽ നിന്ന് നേരെ താഴത്തേക്ക് ഇങ്ങോട്ടാണ് ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ബക്കിൾ ചെയ്യുവാണെങ്കിൽ ഇതിന് 2 ഓപ്ഷൻസ് ആണുള്ളത് അല്ലേ. ഇത് ബക്കിൾ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഇങ്ങോട്ട് ബക്കിളാവും, അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് ബക്കിളാവും അല്ലേ. ദ കോളം വിൽ ബക്കിൾ either towards the left or towards the right അല്ലേ. അപ്പോൾ ഈ തരത്തിലായിരിക്കും ഇത് ബക്കിൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബക്കിൾ ചെയ്ത് നിൽക്കുന്ന കോളത്തിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് ഒബ്സർവ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഇനിഷ്യലി എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് ആ ഒരു പൊസിഷനിൽ നിന്നിട്ട് നമ്മൾ ഈ ബക്കിൾ ചെയ്തിരിക്കുന്ന കോളത്തിനെ നമ്മൾ ഒബ്സർവ് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു പോർഷൻ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ അവിടെ കാണിക്കുന്ന നേച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു സ്മൈലിയുടെ ഇത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു സ്മൈലിങ്, ഇതിൻ്റെ ഫേസ് കണ്ടോ, ഇതിൻ്റെ മൗത്തിൻ്റെ ഇതുപോലത്തെ ഒരു ഷേപ്പാണ് ഇവിടെയും വന്നിരിക്കുന്നത്. കണ്ടോ, ഇത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രൊഫൈലാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിന്നിട്ട് അൺഡിഫോംഡ് അല്ലെങ്കിൽ ഇനിഷ്യലി സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ കോളത്തിൻ്റെ ബക്കിൾഡ് പൊസിഷനെ ഒബ്സർവ് ചെയ്യാൻ. കണ്ടോ, അപ്പോൾ ഇത്രയും റീജിയൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതെന്താണ്, ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇതുപോലെ ഇങ്ങനെ സ്മൈലിംഗ് നേച്ചറിൽ നിൽക്കുവാണ് അല്ലേ. ഞാൻ ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ ഇതിന് ഈ സ്മൈലിംഗ് ഫേസ് കണ്ടോ, ഇതേ പ്രൊഫൈൽ തന്നെയാണ് ഇതിൻ്റെ ഇവിടെയും വന്നിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ഫേസ്, ഇതിൻ്റെ മൗത്തിൻ്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഈ തരത്തിലാണ് ബക്കിളിങ് വരുന്നതെങ്കിൽ ഓക്കെ, നമ്മൾ അതിനെ അവിടെ മൊമെൻ്റ് എടുക്കുമ്പോഴത്തേക്കും മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തോളണം, പോസിറ്റീവായിട്ട് എടുത്തോളണം. ഓക്കെ, അപ്പോൾ അത് മറ്റൊരു രീതിയിൽ പറയുന്നത് കോൺവെക്സിറ്റി ടുവേർഡ്സ് ദി സെൻട്രൽ ലൈൻ അല്ലേ. ഇപ്പോൾ സെൻട്രൽ ലൈനിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കോൺവെക്സ് ഫേസ് ആണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ, ബക്കിൾഡ് കോളം കോൺവെക്സ് ഫേസ് ആണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഈ തരത്തിലും ഓർത്തിരിക്കുക. ഓക്കെ, സെക്കൻഡ് സിറ്റുവേഷനിൽ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റിന് വേണ്ടി ഇനിഷ്യലി കോളം സ്ട്രെയിറ്റ് ആയിരുന്നു, ഞാൻ ഇതിൻ്റെ ആക്സിലി എന്ത് ചെയ്യാണ്, ആക്സിലി കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്യണം. ആക്സിലി കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ബക്കിളാവാം, അല്ലെങ്കിൽ ഈ എൻഡിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ബക്കിളാവാം അല്ലേ. ഇനി ഇതിൻ്റെ സൈൻ കൺവെൻഷൻ പറയാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ അൺഡിഫോംഡ് അല്ലെങ്കിൽ ഇനിഷ്യലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുവാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ബക്കിൾഡ് കോളത്തിനെ ഒബ്സർവ് ചെയ്യും അല്ലേ. ബക്കിൾഡ് കോളം വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ് അല്ലേ. അപ്പോൾ അത് ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ഈ ബക്കിൾഡ് കോളത്തിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് വേണ്ടി ഇവിടെ ഇതുപോലത്തെ ഒരു പ്രൊഫൈലാണ്. ഓക്കെ, ഇതുപോലത്തെ ഒരു പ്രൊഫൈലാണ്. ഓക്കെ, അപ്പം ക്രൈയിങ് നേച്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്രൈയിങ് നേച്ചർ ആണെങ്കിൽ ഇവിടെ എന്തായിട്ട് എടുത്തോളണം, നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റും. ഇവിടെ സ്മൈലിംഗ് നേച്ചറാണ്. സ്മൈലിംഗ് നേച്ചർ ആകുമ്പോൾ ഇവിടെ എന്തായിട്ട് എടുക്കണം, പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് സ്മൈലിംഗ് നേച്ചറും നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ക്രൈയിങ് നേച്ചറുമായിട്ട് എടുക്കുക. ഓക്കെ, ഇതേ കാര്യം തന്നെ മറ്റൊരു രീതി പറഞ്ഞിരിക്കുകയാണ്, കോൺകേവിറ്റി ടുവേർഡ്സ് ദി സെൻട്രൽ ലൈൻ അല്ലേ. സെൻട്രൽ ലൈനിലേക്ക് കോൺകേവ് ഫേസിനെയാണെങ്കിൽ അല്ലേ, ഈ കർവിൻ്റെ കോൺകേവ് ഫേസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ കോൺകേവ് ഫേസിനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും കോൺകേവ് ഫേസിനെയാണ് കാണുന്നതെങ്കിൽ നമ്മളത് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സൈൻ കൺവെൻഷൻ ഓർത്തോളൂ. ഓക്കെ, അപ്പം സ്മൈലിംഗ് നേച്ചർ ആണെങ്കിൽ പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ്, ക്രൈയിങ് നേച്ചർ ആണെങ്കിൽ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ എൻഡ് കണ്ടീഷൻസ് ഓഫ് ദി കോളമാണ്. ഓക്കെ, അപ്പോൾ എൻഡ് കണ്ടീഷൻസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് 3 കണ്ടീഷൻസ് ആണ് വരുന്നത്. ഒന്നുകിൽ ഒരു പിൻഡ് എൻഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഫിക്സഡ് എൻഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രീ എൻഡ്. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ 3 നമുക്ക് എൻഡ് കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, പിൻഡ് എൻഡ് ആണെങ്കിൽ എൻഡ് ഈസ് ഫിക്സഡ് ഇൻ പൊസിഷൻ ഓൺലി ആൻഡ് ഡിഫ്ലക്ഷൻ y = 0. പിൻഡ് എൻഡ് ആകുമ്പോഴത്തേക്ക് അവിടെ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലേ. ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് പഠിച്ച സമയത്ത് നമ്മൾ കോൺസ്റ്റൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ബൗണ്ടറി കണ്ടീഷൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഇൻഫർമേഷനാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പം ഒരു കോളം നമ്മൾ കൺസിഡർ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എൻഡ് പിൻഡാണ് അല്ലെങ്കിൽ പിൻ ജോയിൻ്റ് ആണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ പോയിന്റിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് പറയാം, y = 0 ആയിട്ട് പറയാം. എന്നാൽ ആ പോയിന്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആവത്തില്ല. ഓക്കെ, അപ്പം പിൻ ജോയിൻ്റ് ആണുള്ളതെങ്കിൽ അവിടുത്തെ ഡിഫ്ലക്ഷൻ 0. ഓക്കെ, ലാറ്ററൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 0, എന്നാൽ അവിടുത്തെ സ്ലോപ്പ് നോൺ 0 ആയിരിക്കും. ഇനി ഫിക്സഡ് എൻഡ് ആണെങ്കിൽ കോളത്തിൻ്റെ എൻഡ് നമ്മൾ സപ്പോർട്ടിങ് എൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് എൻഡ് ആണെങ്കിൽ അവിടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിഫ്ലക്ഷനും 0 ആയിരിക്കും, ആ പോയിന്റിലെ സ്ലോപ്പും 0 ആയിരിക്കും.
ഓക്കെ, ഡിഫ്ലക്ഷനും 0 ആയിരിക്കും, അവിടുത്തെ സ്ലോപ്പും 0 ആയിരിക്കും. ഇത് നമ്മൾ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാൻഡിലിവർ ബീമിൻ്റെ കേസിൽ അവിടെ ഫിക്സഡ് എൻഡ് വരുമ്പോഴത്തേക്ക്, അല്ലെ, കാൻഡിലിവർ ബീമിൻ്റെ കേസിൽ ഫിക്സഡ് എൻഡ് വരുമ്പോഴത്തേക്ക് ഫിക്സഡ് എൻഡിൽ ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? അറ്റ് ദി ഫിക്സഡ് എൻഡ് ദ ഡിഫ്ലക്ഷൻ ഈസ് 0 ആൻഡ് ഓൾസോ ദി സ്ലോപ്പ് ഈസ് 0. അതുപോലെ തന്നെ കോളത്തിലും ഫിക്സഡ് എൻഡ് വന്നു കഴിഞ്ഞാൽ ഡിഫ്ലക്ഷനും സ്ലോപ്പും രണ്ടും 0 ആയിട്ട് എടുത്തോളണം. നെക്സ്റ്റ് ഫ്രീ എൻഡ്. ഓക്കെ, ഫ്രീ എൻഡ് വരുമ്പോഴത്തേക്ക് അവിടെ എന്താണ്? അവിടെ രണ്ടും നോൺ 0 ആയിരിക്കും, അല്ലേ? എന്തൊക്കെയാണ്? സ്ലോപ്പും ഡിഫ്ലക്ഷനും രണ്ടും നോൺ 0 ആയിരിക്കും. സ്ലോപ്പും ഡിഫ്ലക്ഷനും രണ്ടും നോൺ 0 ആയിരിക്കും ഫ്രീ എൻഡിൽ. ഓക്കെ, അപ്പം ഈ കണ്ടീഷൻസ് ഇപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഡെറിവേഷൻ്റെ സമയത്ത് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഓർക്കേണ്ടത്, പിൻ ജോയിൻ്റ് ആണെങ്കിൽ അവിടെ ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും, എന്നാൽ സ്ലോപ്പ് കാണും, സ്ലോപ്പ് നോൺ 0 ആയിരിക്കും. ഫിക്സഡ് എൻഡ് ആകുമ്പോഴത്തേക്കും ഡിഫ്ലക്ഷനും സ്ലോപ്പും രണ്ടും 0 ആയിരിക്കും. ഫ്രീ എൻഡ് വരുമ്പോഴത്തേക്കും ഡിഫ്ലക്ഷനും സ്ലോപ്പും രണ്ടും നോൺ 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഡെറിവേഷനേ ഉള്ളൂ. അത് വന്നിട്ട് കോളം വിത്ത് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്, അല്ലെങ്കിൽ കോളം വിത്ത് ബോത്ത് എൻഡ്സ് പിൻഡ്, രണ്ട് എൻഡ് പിൻ ജോയിന്റ് അപ്ലൈ ചെയ്തിട്ടുള്ളൊരു കോളം. ഓക്കെ, അപ്പം ഈ ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യുകയായിരുന്നെങ്കിൽ ഇത് ഈ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ കോളത്തിന്റെ ഇനിഷ്യൽ പൊസിഷനാണ്. കോളം ഇനിഷ്യലി എങ്ങനെയാണ് നിൽക്കുന്നത്? വെർട്ടിക്കൽ ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ പോയിന്റ് എ എന്ന് പറയുന്നത് ഒരു പിൻ ജോയിന്റ്, പോയിന്റ് ബി എന്ന് പറയുന്നത് മറ്റൊരു പിൻ ജോയിന്റ്. അപ്പോൾ ഈ രണ്ട് പിൻ ജോയിന്റ്സും വെച്ചിട്ടാണ് നമ്മുടെ കോളത്തിനെ എന്ത് ചെയ്ത് നിർത്തിയിരിക്കുന്നത്? സപ്പോർട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തിയിരിക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ആക്സിയലി കംപ്രസീവ് ലോഡ് എടുക്കുകയാണ്, അല്ലേ? ആക്സിയലി കംപ്രസീവ് ലോഡ് എലോങ് ദിസ് ലൈൻ അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കൊടുത്ത ആക്സിയൽ ലോഡ് പിയും മുകളിൽ നിന്ന് കൊടുത്തതും പി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ആക്സിയൽ കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് എന്ത് സംഭവിക്കുകയെന്നാണ് പറയുന്നത്? ഇത് ഇതുപോലെ ബക്കിൾ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ബക്കിൾ ചെയ്തു. ഇനിഷ്യലി ഇതിൻ്റെ പേരെന്ന് പറയുന്നത്, കോളത്തിൻ്റെ പേര് AXB ആണെങ്കിൽ ഇതിൻ്റെ ഡിഫ്ലക്റ്റഡ് പൊസിഷൻ എന്ന് പറയുന്നത് AX1B ആയിട്ട് മാറും. ഡിഫ്ലക്ട് പൊസിഷൻ എന്ന് പറയുന്നത് AX1B ആയിട്ട് മാറും. ഓക്കെ, അപ്പം അതിൻ്റെ തന്നെ ചെറിയൊരു അനിമേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ എൻഡിലും ഒരു പിൻ ജോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഈ എൻഡിലും ഒരു പിൻ ജോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആക്സിയലി ലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് എന്താ ചെയ്യുന്നതെന്ന് നോക്കി. ഇത് സൈഡ് വേസ് ഇതിൻ്റെ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുന്നു. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിഫ്ലക്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യും. കണ്ടോ, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുവാണ്, ഇത് ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പം നല്ല രീതിയിൽ ഡിഫ്ലക്റ്റ് ആയിട്ടുണ്ട്, വീണ്ടും സ്ട്രെയിറ്റ് ആയി, അല്ലേ? ലോഡ് റിലീസ് ചെയ്യുമ്പോൾ വീണ്ടും സ്ട്രെയിറ്റ്. ഓക്കെ, അപ്പം ഈ തരത്തിലാണ് നമ്മൾ എന്ത് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരും. ഓക്കെ, അപ്പം AXB ഇനിഷ്യലി കോളം വാസ് സ്ട്രെയിറ്റ് ഡ്യൂ ടു ആപ്ലിക്കേഷൻ ഓഫ് ദി axial compressive load P, the column deflected to its position or buckled to its position AX1B, അല്ലേ? കോളത്തിൻ്റെ ഇനിഷ്യൽ ലെങ്ത് എന്ന് പറയുന്നത് L, കോളത്തിൻ്റെ ഇനിഷ്യൽ ലെങ്ത് എന്ന് പറയുന്നത് L. ഓക്കെ, ഇനി നമ്മൾ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസിൽ ചെയ്ത പോലെ തന്നെ അതേ അപ്രോച്ച് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഒരു ജോയിന്റിൽ നിന്ന്, അപ്പം ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്ന ജോയിന്റ് A ആണ്. ഓക്കെ, ഈ ജോയിന്റിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് ആണ് ഈ ഒരു സെക്ഷനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ സെക്ഷൻ്റെ പേര് എന്ത് തന്നെയാണ്? X1 എന്നാണ് ആ ഒരു സെക്ഷൻ്റെ പേര്. ഓക്കെ, അപ്പം പോയിന്റ് എയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജോയിന്റിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. സെക്ഷൻ്റെ പേര് X1. ആ സെക്ഷനിൽ സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷനാണ് Y എന്ന് പറയുന്നത്. ഓക്കെ, ആ സെക്ഷനിൽ സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് Y ആയിട്ടും എടുത്തു. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്? ഡിഫ്ലക്ഷൻ ഇക്വേഷൻ അനുസരിച്ച് M = EId²y/dx² എന്ന് എഴുതാം, അല്ലേ? അപ്പം ഇത് സൈഡ് വേസ് നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് സെയിം ആസ് എ ബീം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ബീമിൽ യൂസ് ചെയ്യുന്ന അതേ കാൽക്കുലേഷൻസ് തന്നെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡെറിവേഷന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതിപ്പം വെർട്ടിക്കലായിട്ട് നിൽക്കുന്നു. ബീം ആകുമ്പോഴത്തേക്കും അതെന്തായിരുന്നു? ഹൊറിസോണ്ടൽ മെമ്പർ ആയിരുന്നു. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഡിഫ്ലക്ട് ചെയ്തു വന്നത്. ഓക്കെ, ബീമിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണ്? ഡിഫ്ലക്ഷൻ ഇക്വേഷൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് M = EId²y/dx². ഈ M എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് ആണ്. ബെൻഡിങ് മൊമെന്റ് എവിടത്തെ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ? ബെൻഡിങ് മൊമെന്റ് വന്നിട്ട് നമ്മളിവിടെ ഒരു സെക്ഷൻ ചൂസ് ചെയ്തല്ലോ, ആ സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് വേണം എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സെക്ഷൻ XX ഞാൻ ഇത്രയും പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു റീജിയൻ മാത്രം കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയൻ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് P × Y. ഓക്കെ, P × Y, അല്ലേ? P എന്ന് പറയുന്ന ഇവിടുത്തെ ലോഡും, അല്ലേ? Y എന്ന് പറയുന്ന ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷൻ. ഓക്കെ, P × X എടുക്കരുത്, P × Y, അല്ലേ?
ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം എടുക്കാം അല്ലേ. അപ്പോൾ ഇവിടുത്തെ ലോഡ് എന്ന് പറയുന്നത് പിയും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈ. ഓക്കെ, നെക്സ്റ്റ് ഈ മൊമെൻറ്റിൻ്റെ സൈൻ കൺവെൻഷൻ നോക്കാം. അപ്പം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ബെൻഡായി നിൽക്കുന്നത് അല്ലേ. നമ്മുടെ കൺവെൻഷൻ അനുസരിച്ച് ഇവിടെ ഒരാൾ നിന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ കാണിക്കുന്ന നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ക്രൈയിങ് നേച്ചറാണ്. ഓക്കെ, ക്രൈയിങ് നേച്ചറാണ് കാണിക്കുന്നത്, അതുകൊണ്ട് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് മൈനസ് പി ഇൻറ്റു വൈ എന്ന് വന്നത്. ഓക്കെ, ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു എം ആണ്. അതിൽ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സെക്ഷൻ എക്സ് എക്സ് എന്ന് പറയുന്നത് മൈനസ് പി ഇൻറ്റു വൈ. ഓക്കെ, ഈ ഇക്വേഷനെ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഈ മൈനസ് പി വൈ എന്നുള്ളത് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അത് ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പം ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ട് കമ്പയറബിൾ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ വൈ ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് നിൽക്കുന്നത്? ഇ ഐ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇക്വേഷനെ ത്രൂ ഔട്ട് ആയിട്ട് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്? ഇ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ ത്രൂ ഔട്ട് ഇ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻ മാറുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഓക്കെ പ്ലസ് പി വൈ ബൈ ഇ ഐ ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ ബൈ ഇ ഐ ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷനും നമ്മുടെ ഇവിടുത്തെ ജനറൽ ഇക്വേഷൻ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് പി ബൈ ഇ ഐ ആയിട്ട് എഴുതാം. ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു ആൽഫ സ്ക്വയർ ഈക്വൽ ടു പി ബൈ ഇ ഐ എന്ന് എഴുതും. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് ഈ ഒരു ഹോമോജീനിയസ് സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു എ സൈൻ ആൽഫ എക്സ് പ്ലസ് ബി കോസ് ആൽഫ എക്സ്. ഓക്കെ, ഇത് നമ്മൾ മാത്സിൽ സെക്കൻഡ് ഡിഗ്രി ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നോക്കിയാൽ മതി. ഈ തരത്തിലാണ് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ വരുന്നത്. ഓക്കെ, എ സൈൻ ആൽഫ എക്സ് പ്ലസ് ബി കോസ് ആൽഫ എക്സ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ എന്താണ്? ഇവിടെ വന്നിട്ട് നമുക്ക് എ ബി അല്ലേ, എയും ബിയും എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സൊല്യൂഷനാണ് അല്ലേ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എടുത്തപ്പോഴത്തേക്കാണ് എയും ബിയും വന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയും ബി എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? കോൺസ്റ്റൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ ആയിരിക്കും അല്ലേ. എയും ബി എന്ന് പറയുന്നത് അവിടുത്തെ കോൺസ്റ്റൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നുള്ള രീതിക്കായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ അൺനോൺസ് അൺനോൺസ് ആയ എയുടെയും ബിയുടെയും എന്താണ് വാല്യൂസ്, അൺനോൺസ് ആയ എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ബൗണ്ടറി കണ്ടീഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ നോക്കുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്? ഇതിലെ ബൗണ്ടറി കണ്ടീഷൻ നോക്കുവാണെങ്കിൽ ഇത് ബോത്ത് എൻഡ്സ് പിൻഡാണ് അല്ലേ. രണ്ട് എൻഡ് പിൻഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു പോയിന്റ് എയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എക്സ് ഈക്വൽ ടു 0 അല്ലേ. എക്സ് 0 ആകുമ്പോഴത്തേക്ക് അതായത് ഈ സെക്ഷനെ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് എവിടെ കൊണ്ടുവച്ചു? ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അറ്റ് എക്സ് ഈക്വൽ ടു 0 വൈയുടെ വാല്യൂ എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എത്രയാണ്? 0 അല്ലേ. അപ്പോൾ പോയിന്റ് എയിലെ ബൗണ്ടറി കണ്ടീഷൻ അതാണ് അറ്റ് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0. ഓക്കെ, ഇനി പോയിന്റ് ബിയിലെ ബൗണ്ടറി കണ്ടീഷൻ നോക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഈ സെക്ഷൻ x1നെ നമ്മൾ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് എവിടെ കൊണ്ടുവച്ചു? ഇവിടെ കൊണ്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇവിടെ കൊണ്ടുവന്ന് ഈ എന്താണ് ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തു. ഓക്കെ, ആ സമയത്ത് എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് എത്രത്തോളം ആവും? എല്ല് വരെ ആവും അല്ലേ. അപ്പം അറ്റ് പോയിന്റ് ബി വെൻ എക്സ് ഈക്വൽ ടു എൽ വൈ ഈക്വൽ ടു 0 അവിടെയും ഡിഫ്ലക്ഷൻ ഉണ്ടോ? പോയിന്റ് ബിയിലും സൈഡ് വൈസ് ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു എൽ വൈ ഈക്വൽ ടു 0 ഫോർ പോയിന്റ് ബി. പോയിന്റ് എയിലെ കേസിലാകുമ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 ശരി. ഓക്കെ, അപ്പോൾ ആ ബൗണ്ടറി കണ്ടീഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അറ്റ് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0. ഓക്കെ, പിന്നെ അറ്റ് എക്സ് ഈക്വൽ ടു എൽ വൈ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ എക്സ് 0യും വൈ 0യും കൊടുക്കുവാണ്. ഇവിടെ എക്സിന് പകരം 0 കൊടുക്കും. എക്സിന് പകരം 0 കൊടുക്കുമ്പോഴത്തേക്കും കോസ് 0 എന്ന് പറയുന്നത് എന്തായി പോകും? 1 ആയിപ്പോവും. സൈൻ 0 എന്ന് പറയുന്നത് 0 ആയിപ്പോവും. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് ടേം ഫുള്ളി അങ്ങ് പോവും. എക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഫുള്ളി അങ്ങ് പോവും. പിന്നെ ഇവിടെ ബി മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ,
അപ്പോൾ ഈ ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ബി ഈക്വൽ ടു 0. ബൗണ്ടറി കണ്ടീഷൻ ഏത് ഇക്വേഷനിലാണ് കൊടുക്കേണ്ടത്? ഈ ഇക്വേഷനിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോഴത്തേക്ക് മറ്റേ എക്സ് ഈക്വൽ ടു എൽ, വൈ ഈക്വൽ ടു 0 അല്ലെ, എക്സിന് പകരം എന്ത് കൊടുക്കുക? എല്ല് കൊടുക്കുക. ഓക്കെ, എക്സിന് പകരം എല്ല് കൊടുക്കുമ്പോഴത്തേക്കും വൈയുടെ വാല്യൂ എന്താ വരേണ്ടത്? 0 ആണ് വരേണ്ടത്. ഓക്കെ, അപ്പം നമ്മളെന്താ ചെയ്യുന്നത്? ഈ ഇക്വേഷനിൽ എക്സിന് പകരം എല്ലും കൊടുത്ത് ഇവിടെ വൈക്ക് പകരം 0യും കൊടുത്തു. അങ്ങനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എ സൈന് ആൽഫ എൽ ഈക്വൽ ടു 0 എന്ന് വരും. എ സൈൻ ആൽഫ എൽ ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അതിൻ്റെ അകത്ത് നിന്ന് എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, എയുടെ വാല്യൂ 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ y is 0 for all values of load and there is no bending അല്ലേ. എയുടെ വാല്യൂ നമ്മൾ 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാ വാല്യൂസിനും അല്ലേ, എക്സിൻ്റെ എല്ലാ വാല്യൂസിനും പിന്നെ എന്താ വരാൻ പോകുന്നത്? വൈയുടെ വാല്യൂ 0 ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആവത്തില്ല. ഓക്കെ, എയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആവത്തില്ല. പകരം ആവുന്നത് സൈൻ ആൽഫ എൽ എന്ന് പറയുന്നത് 0 ആവും. അപ്പോൾ ഈ പ്രോഡക്റ്റിൽ ഒന്നുകിൽ എ 0 ആവുന്നു, അല്ലെങ്കിൽ സൈൻ ആൽഫ എൽ 0 ആവുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടത്തുള്ളൂ? 0 കിട്ടത്തുള്ളൂ. അതിൽ എ 0 ആവത്തില്ല. ഓക്കെ, എ 0 ആയിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ എല്ലായിടത്തും എന്ത് സംഭവിക്കുന്നത്? എല്ലാ സെക്ഷൻസിലും ഡിഫ്ലക്ഷൻ 0 എന്നുള്ള രീതിക്ക് അത് മാറും. ഓക്കെ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ബക്ലിങ്ങേ നടന്നില്ല എന്നുള്ള രീതിക്കായിപ്പോൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എ 0 ആവത്തില്ല. പകരം സൈൻ ആൽഫ എൽ 0, സൈൻ ആൽഫ എൽ ഈക്വൽ ടു 0. ഓക്കെ, സൈൻ ആൽഫ എൽ 0 എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് വെൻ ആൽഫ എൽ ഈക്വൽ ടു പൈ. ഓക്കെ, ആൽഫ എൽ പൈ ആകുമ്പോഴത്തേക്കാണ് സൈൻ ആൽഫ എൽ 0 ആവുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വേറെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 0 എടുക്കത്തില്ല. സൈൻ ആൽഫ എൽ 0 ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൽഫ എൽ ഈക്വൽ ടു 0 ആകുമ്പോഴത്തേക്കാണ് ഏറ്റവും ലീസ്റ്റ്. അത് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് പൈ. ഓക്കെ, അതുപോലെ തന്നെ 2 പൈയിൽ 0 ആയിരിക്കും, 3 പൈയിൽ 0 ആയിരിക്കും, 4 പൈയിൽ 0 ആയിരിക്കും. അതിൽ ഏറ്റവും ലീസ്റ്റ് എന്നുള്ള രീതിക്ക് എടുക്കുമ്പോഴത്തേക്കാണ് ആൽഫ എൽ ഈക്വൽ ടു എന്തെന്ന് കിട്ടുന്നത്? പൈ എന്ന് കിട്ടുന്നത്. ഓക്കെ, അതിൽ നിന്ന് ആൽഫ ഈക്വൽ ടു പൈ ബൈ എൽ, അതിൽ നിന്ന് ആൽഫ ഈക്വൽ ടു പൈ ബൈ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൽഫ സ്ക്വയർ ഈക്വൽ ടു പി ബൈ ഇ ഐ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിൽ പി ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ആൽഫ സ്ക്വയർ എന്ന് എഴുതി. ഇ ഐ ഇൻറ്റു ആൽഫ സ്ക്വയർ. ആ ആൽഫ സ്ക്വയറിന് പകരം നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ഓക്കെ, പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്ലിംഗ് ലോഡ്, യൂളേഴ്സ് അല്ലെങ്കിൽ ഓയിലേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് പി ഈക്വൽ ടു ഈ ഇക്വേഷൻ വേണ്ട പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ. പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ എന്ന് തന്നെ പഠിക്കുക. പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ. ബോത്ത് എൻഡ്സ് പിൻ ജോയിൻറ്റഡ് ഓർ ഹിഞ്ച്ഡ് ആണെങ്കിൽ എൽ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് എല്ലിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈക്വലൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് അവിടെ ലെങ്ത് ഓഫ് ദി കോളത്തിന് ഈക്വൽ ആയിട്ട് വരും. ഓക്കെ, അപ്പം യഥാർത്ഥ ഇക്വേഷൻ ഓയിലേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ. വെൻ ബോത്ത് എൻഡ്സ് ആർ ഹിഞ്ച്ഡ് then LE becomes equal to equivalent length becomes equal to actual length of the column. ഓക്കെ, അപ്പോൾ ഈ ഡെറിവേഷൻ നമുക്ക് സിലബസിൽ ഡെറിവേഷൻ ചോദിക്കും എന്നുള്ളത് എടുത്തിങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡെറിവേഷൻ നോക്കിക്കോളണം. ഓക്കെ, അപ്പം ബാക്കി ഡിഫറെൻ്റ് എൻഡ് കണ്ടീഷൻസിന് ഉള്ള ഇക്വലൻ്റ് ലെങ്ത്തിൻ്റെ ഒരു ടാബുലേഷനാണ്. ഓക്കെ, അപ്പം രണ്ട് എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എൽ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? ലെങ്ത് ഓഫ് ദി കോളം ആയിട്ട് എടുക്കാം. ആക്ച്വൽ ലെങ്ത് ഓഫ് ദി കോളം ആയിട്ട് എടുക്കാം. ഇക്വലൻ്റ് ലെങ്ത്തും ആക്ച്വൽ ലെങ്ത്തും സെയിം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഓക്കെ, ഇത് മൂന്നും ഡെറിവേഷനായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ വാല്യൂസ് അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കും. ഓക്കെ, അപ്പം രണ്ട് എൻഡും ഫിക്സഡ് ആണെങ്കിൽ ഇക്വലൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് എൽ ബൈ 2. ഓക്കെ, ഒരു എൻഡ് ഫിക്സ് ചെയ്തിട്ട് മറ്റേ എൻഡ് ഫ്രീ ആണെങ്കിൽ ഇക്വലൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് 2 ടൈംസ് എൽ. ഓക്കെ, വൺ എൻഡ് ഫിക്സ് ചെയ്തിട്ട് സെക്കൻഡ് എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ എൽ ഈക്വൽ ടു എൽ ബൈ റൂട്ട് 2. എൽ ഈക്വൽ ടു എൽ ബൈ റൂട്ട് 2. ഓക്കെ, അപ്പോൾ ജനറൽ ഇക്വേഷൻ എന്താണ്? യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡ്, ഓയിലേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ്. ഓക്കെ, അതെന്ന് പറയുന്നത് പി ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എൽ ഇക്ക് പകരം എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇവിടുത്തെ എൽ ഇക്ക് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? എൽ ബൈ 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എൽ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ബൈ 2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. എൽ ബൈ 2 ദി ഹോൾ സ്ക്വയർ എന്ന് ഇവിടെ വരും. ഓക്കെ, അപ്പം ആ ബൈ 2 ദി ഹോൾ സ്ക്വയർ റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേക്കാണ് മുകളിൽ എന്ത് പോകുന്നത്? 4 പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ എന്ന് ആവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ. ഓക്കെ, ഇവിടുത്തെ എൽ ഇക്ക് പകരം 2L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 2L ദി ഹോൾ സ്ക്വയർ, അതാണ് 4L സ്ക്വയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കുമ്പോഴത്തേക്കും എൽ ഇക്ക് പകരം എൽ ബൈ റൂട്ട് 2 എന്ന് കൊടുക്കും. അപ്പോൾ എൽ ബൈ റൂട്ട് 2 ദി ഹോൾ സ്ക്വയർ ആണ് ഇവിടെ എന്തായിട്ട് മാറിയത്? 2 പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ എന്ന് വന്നു. അപ്പോൾ ഓരോ എൻഡ് കണ്ടീഷനും
കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലൻ്റ് ലെങ്ത്തിൻ്റെ വാല്യൂസ് അറിഞ്ഞിരിക്കുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബക്ലിംഗ് ലോഡ് കിട്ടും. ഓക്കെ, ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും മെൻഷൻ ചെയ്തിരുന്നത്. സെയിം കാര്യം തന്നെയാണ് ഇതിലും മെൻഷൻ ചെയ്തിരുന്നത്. കണ്ടോ, LEയുടെ വാല്യൂ 2L, LEയുടെ വാല്യൂ L. ഇത് LEയുടെ വാല്യൂ എന്ന് പറയുന്നത് L/√2. L/√2 തന്നെയാണ് 0.7L എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ LEയുടെ വാല്യൂ എന്ന് പറയുന്നത് L/2, അത് തന്നെയാണ് 0.5L. ഓക്കെ, ഇതിനെ ഒന്ന് ടാബുലേറ്റ് ചെയ്തേ ഉള്ളൂ. ഇത്തവണ ഇതിനെ ഒന്ന് ടാബുലേറ്റ് ചെയ്തു. ഓക്കെ, നേട്ട ഈ കാര്യം L = 2L, L = L, L = 0.7L, അതായത് L/√2, L = 0.5L അല്ലെങ്കിൽ L/2 അല്ലേ. ഇത് വൺ എൻഡ് ഫിക്സഡ്, അതർ എൻഡ് ഫ്രീ. ഇത് ബോത്ത് എൻഡ്സ് പിൻഡ്. ഇത് വന്നിട്ട് വൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് പിൻഡ് അല്ലേ, പിൻഡ് അല്ലെങ്കിൽ ഹിഞ്ച്ഡ്. ഓക്കെ, ഇത് വന്നിട്ട് ബോത്ത് എൻഡ്സ് ഫിക്സഡ്. ഓക്കെ, അപ്പോൾ ഈ കർവ് വരയ്ക്കുമ്പോൾ നോക്കിക്കൊള്ളാം. ഇത് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ കർവ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ മേലെ കർവുണ്ട്. ഓക്കെ, ഇവിടെ ആകുമ്പോഴത്തേക്കും കുറച്ച് പോർഷനിലേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കർവ് പോകുന്നത്. കാരണം ഇത് ഫിക്സഡ് എൻഡ് ആയതുകൊണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ രണ്ട് എൻഡ് ഫിക്സഡ് ആണ്. രണ്ട് എൻഡ് ഫിക്സഡ് ആകുമ്പോൾ ഇവിടെ നിന്നും കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക, ഇവിടെ നിന്നും കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ആ സ്ട്രെയിറ്റ് പോർഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ എന്ത് ചെയ്യത്തുള്ളൂ, ഇതേപോലെ കർവായിട്ട് മാറത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കോളത്തിൽ വളരെ റെലവെൻ്റ് ആയിട്ട് വരുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് സ്ലെൻഡർനെസ് റേഷ്യോ. സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, ഇപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് എഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ ഇക്വലൻ്റ് ലെങ്ത് ഓഫ് ദി കോളം ടു ദി മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ of the cross section. Okay, it is the ratio of equivalent length of the column to the minimum radius of gyration. Okay, minimum radius of gyration ആയിട്ടുള്ള റേഷ്യോനെയാണ് നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്ലെൻഡർനെസ് റേഷ്യോ ലാംഡ കൊണ്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ലാംഡ = LE/K minimum, where LE is the equivalent length, K minimum is the radius of gyration, minimum radius of gyration for the cross section. ഓക്കെ, ശരി. അപ്പോൾ K കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഹാവ് I = AK², വേർ I is the moment of inertia. ഓക്കെ, A is the area of the cross section. ഓക്കെ, പിന്നെ K is the radius of gyration. ഓക്കെ, I = AK². ഓക്കെ, അപ്പം ഈ സ്ലൈഡിൽ ഓർത്തിരിക്കേണ്ട രണ്ട് റിലേഷൻ, ഒന്ന് സ്ലെൻഡർനെസ് റേഷ്യോ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ ഓർത്തിരിക്കുക, ഈ റിലേഷൻ ഓർത്തിരിക്കുക. ഓക്കെ, ഇത് നോട്ട് ചെയ്തോളണം. ലാംഡ = LE/K minimum എന്നുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് I = AK². I = AK². ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന, റേഡിയസ് ഓഫ് ഗൈറേഷൻ Kയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ, A എന്ന് പറയുന്നത് അവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ, അപ്പോൾ I is the moment of inertia, A is the area of the section, K is the radius of gyration. ഓക്കെ, നെക്സ്റ്റ് ലോങ് കോളം ആൻഡ് ഷോർട്ട് കോളം. ഓക്കെ, അപ്പം ആ കോളത്തിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ലോങ് കോളംസും ഷോർട്ട് കോളംസും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ലോങ് കോളം എന്ന് പറയുന്നത് ഇഫ് ദി ലെങ്ത് ഓഫ് ദി കോളം ഈസ് മോർ ആസ് കമ്പയർഡ് ടു ദി ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ അല്ലെ. ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസിനെ വെച്ച് നോക്കുമ്പോൾ ലെങ്ത് ഓഫ് ദി കോളം, കോളത്തിൻ്റെ നീളം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ ലോങ് കോളമായിട്ടും, ഇനി ക്രോസ് സെക്ഷൻ വെച്ച് നോക്കുമ്പോൾ ലെങ്ത് കമ്പയറബിൾ ആണെങ്കിൽ അതിനെ നമ്മൾ ഷോർട്ട് കോളമായിട്ടും മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് അത് തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു എന്താണ് ലൈൻ ഓഫ് വേരിയേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ LE/D. ഇഫ് LE/D ഈസ് ഗ്രേറ്റർ ദാൻ 50. ഓക്കെ, LE ഈസ് ദി ഇക്വലന്റ് ലെങ്ത് ആൻഡ് D ഈസ് ദി ഡയമെൻഷൻ അല്ലേ, ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ. ഇഫ് LE/D ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15. ഓക്കെ, LE/D എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 ആണെങ്കിൽ അതിനെ നമ്മൾ ലോങ് കോളമായിട്ട് വിളിക്കും. ഓക്കെ, അതായത് ലെങ്ത് വളരെ കൂടുതലും ഓക്കെ, D എന്ന് പറയുന്നത് അതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ കുറവുമാണെങ്കിൽ ആ റേഷ്യോ എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ കുറവായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ റേഷ്യോ എടുക്കുമ്പോൾ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇഫ് ദി വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50, 15നെക്കാട്ടിയും കൂടുതലോ ഈക്വലോ ആയിട്ട് വരുവാണെങ്കിൽ അതിനെ നമ്മൾ ലോങ് കോളം ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ ഷോർട്ട് കോളം ആയിട്ടായിരിക്കും മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്ലെൻഡർനെസ് റേഷ്യോയുടെ ബേസിസിൽ പറയുകയാണെങ്കിൽ LE/K minimum, LE/K minimum എടുക്കുമ്പോഴത്തേക്കും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 വരുവാണെങ്കിൽ അതിനെ നമ്മൾ ലോങ് കോളമായിട്ട്. ഓക്കെ, ഓൺ ദി ബേസിസ് ഓഫ് സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ നോക്കുമ്പോഴത്തേക്കും 50നെക്കാട്ടിയും കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ലോങ് കോളമായിട്ട് ക്ലാസിഫൈ ചെയ്യും. 50നെക്കാട്ടിയും കുറവ് വരുവാണെങ്കിൽ അവിടെ സ്ലെൻഡർനെസ് റേഷ്യോ 50നെക്കാട്ടിയും കുറവാണ് വരുന്നെങ്കിൽ അതിനെ നമ്മൾ ഷോർട്ട് കോളമായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ഇത് വന്നിട്ട് ക്രിട്ടിക്കൽ സ്ട്രെസ് വേഴ്സസ് സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, Y ആക്സിസിൽ ക്രിട്ടിക്കൽ സ്ട്രെസ്സും
എക്സ് ആക്സിസിൽ വന്നിട്ട് സ്ലെൻഡർനെസ് റേഷ്യോ തമ്മിലുള്ള ഒരു ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതുപോലെ ABCD എന്നുള്ള രീതിക്ക് ഇതുപോലെയാണ് ഗ്രാഫ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ LE/R, ഓക്കെ, LE/R എന്ന് പറയുന്നത് എന്താണ്? സ്ലെൻഡർനെസ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? 0യിൽ നിന്ന് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം സ്ലെൻഡർനെസ് റേഷ്യോ ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദി സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് ബിലോ എ പർട്ടിക്കുലർ വാല്യൂ. ആ കോളത്തിനെ നമ്മൾ ഷോർട്ട് കോളം എന്നായിരിക്കും വിളിക്കുന്നത്. പിന്നെ ഒരു ഇന്റർമീഡിയറ്റ് കോളത്തിന്റെ ഒരു റീജിയൻ ഉണ്ട്, പിന്നെ ലോങ് കോളംസിന്റെ റീജിയനും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ്, ഓക്കെ, ഈ ഒരു ക്രിട്ടിക്കൽ സ്ലെൻഡർനെസ് റേഷ്യോ, ഓക്കെ, ഇവിടുത്തെ ഈ ക്രിട്ടിക്കൽ സ്ലെൻഡർനെസ് റേഷ്യോ, അപ്പോൾ ഈ ക്രിട്ടിക്കൽ സ്ലെൻഡർനെസ് റേഷ്യോനെക്കാട്ടിയും കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ലോങ് കോളമായിട്ട് കണക്ക് കൂട്ടും. അവിടെ ഓയിലേഴ്സ് തിയറി ഫോർ ലോങ് കോളംസ് ആയിരിക്കും അപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അവിടുത്തെ ഫെയിലിയർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓയിലേഴ്സ് തിയറി ഫോർ ലോങ് കോളംസ്, അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്ലെൻഡർനെസ് റേഷ്യോ ഈ ഒരു വാല്യൂവിനെക്കാട്ടിയും കൂടിക്കഴിഞ്ഞു. ഓക്കെ, അതിനെക്കാട്ടിയും കുറവാണെങ്കിൽ നമുക്ക് ഓയിലേഴ്സ് തിയറി ഫോർ ലോങ് കോളംസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മറ്റൊരു തിയറി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ആവറേജ് സ്ട്രെസ് ഇൻ കോളം വേഴ്സസ് സ്ലെൻഡർനെസ് റേഷ്യോ അല്ലേ, ഇവിടുത്തെ സ്ട്രെസ്സും സ്ലെൻഡർനെസ് റേഷ്യോയും തമ്മിലുള്ള കർവാണ്. കർവിന്റെ പ്രൊഫൈൽ ABC ആൻഡ് D. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ക്രിട്ടിക്കൽ സ്ലെൻഡർനെസ് റേഷ്യോ ആണ് മെയിനായിട്ട് എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കാട്ടി കുറവാണെങ്കിൽ നമുക്ക് ഓയിലേഴ്സ് ഫോർമുല ഫോർ ലോങ് കോളംസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സ്ലെൻഡർനെസ് റേഷ്യോ ഈ പോയിന്റിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ നമുക്ക് അതിനെ ലോങ് കോളമായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഓയിലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ റീജിയനാണ് കണ്ടോ ഓയിലേഴ്സ് കർവ് എന്ന് പറയും. ഓക്കെ, ഇനി ഓയിലേഴ്സ് ഫോർമുലയുടെ ലിമിറ്റേഷൻസ് ഓഫ് ഓയിലേഴ്സ് ഫോർമുല. ഓക്കെ, അപ്പോൾ ലിമിറ്റേഷൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഐഡിയൽ സ്ട്രട്ട് only, and in practice there is always crookedness in the column and the load applied may not be exactly coaxial. ഓക്കെ, അപ്പോൾ നമ്മൾ ഓയിലേഴ്സ് തിയറി ഡിറൈവ് ചെയ്ത സമയത്ത് അസംഷൻസിൽ ഒരെണ്ണം പറഞ്ഞതാണ് കോളം വെർട്ടിക്കലായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ എക്സാക്ട്ലി അലോങ് ദി ആക്സിസ് വേണം നമ്മൾ ലോഡ് ചെയ്യാനായിട്ട്. ഓക്കെ, പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യം ആക്സിസിലൂടെ മാത്രമായിട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ച് എക്സെൻട്രിക് ആയിട്ടായിരിക്കും അവിടെ ആ കംപ്രസീവ് ലോഡ് കോളത്തിന് മുകളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കാരണം എന്താണ് നമ്മുടെ ഓയിലേഴ്സ് ഫോർമുലയിൽ അല്ലെങ്കിൽ ഓയിലേഴ്സ് തിയറി യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂസിൽ ചെറിയ വേരിയേഷൻ വന്നേക്കാം. ഓക്കെ, അതൊരു ലിമിറ്റേഷനാണ്. ഓക്കെ, ഇറ്റ് ടേക്സ് നോ അക്കൗണ്ട് ഓഫ് ഡയറക്റ്റ് സ്ട്രെസ് അല്ലേ, അതായത് നമ്മളൊരു കോളത്തിനെ വെർട്ടിക്കലി കംപ്രസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഡയമെൻഷൻ ഡിക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ, കംപ്രസീവ് സ്ട്രെസ് അവിടെ വരുന്നുണ്ട്. പക്ഷേ ഓയിലേഴ്സ് തിയറിയിൽ അതിനെ കൺസിഡർ ചെയ്യുന്നില്ല, പകരം എന്തിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? ആ ഡയറക്റ്റ് കംപ്രഷൻ കൺസിഡർ ചെയ്യുന്നില്ല, പകരം അവിടുത്തെ ആ ബക്ലിംഗ്, ലാറ്ററൽ ഡിഫ്ലക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതാണ് ഒരു സെക്കൻഡ് ലിമിറ്റേഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് എക്സാക്ട്ലി കൊയാക്സിയലായിട്ടായിരിക്കത്തില്ല ലോഡിങ് വരുന്നത്, പിന്നെ ഒരെണ്ണം ഡയറക്റ്റ് സ്ട്രെസ് കണക്ക് കൂട്ടുന്നില്ല. ഇത് രണ്ടുമാണ് അവിടുത്തെ ലിമിറ്റേഷൻ. ഓക്കെ, ഇത് നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച ആ ഒരു കർവ് തന്നെയാണ്. ഓക്കെ, ഇവിടുത്തെ സ്ട്രെസ് വേഴ്സസ് L/K സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, സ്ട്രെസ് വേഴ്സസ് L/K എന്ന് പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോയുടെ കർവ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇഫ് OD റെപ്രസെൻറ്റ്സ് ദി ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ, O/D എന്ന് പറയുന്ന അവിടുത്തെ ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ, ഒബ്വിയസ്ലി ദ ഓയിലേഴ്സ് ഫോർമുല കനോട്ട് ബി അപ്ലൈഡ് ഇഫ് L/K ഈസ് ലെസ് ദാൻ OE അല്ലേ. അപ്പം ഇത് L/Kയുടെ വാല്യൂ നമ്മളിവിടെ എക്സ് ആക്സിസിൽ L/K ആണ് അല്ലേ, സ്ലെൻഡർനെസ് റേഷ്യോയും ഇവിടെ വന്നിട്ട് അവിടുത്തെ ആ ക്രിട്ടിക്കൽ സ്ട്രെസ്സുമാണ് Y ആക്സിസിൽ. ഓക്കെ, അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് O/D എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോളം മെറ്റീരിയലിൻ്റെ ഒരു ഈൽഡ് സ്ട്രെസ് ആണ്. അപ്പോൾ ആ OD എന്ന് പറയുന്ന അവിടുത്തെ ഈൽഡ് സ്ട്രെസ് ആണ്. ഓക്കെ, നമ്മുടെ കർവ് പോയിരിക്കുന്നത് ഇതിൻ്റെ ABC എന്നുള്ളതാണ് കർവ്. ഓക്കെ, അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പോയിന്റ് ഇയിലെത്തിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇയിൽ നിന്ന് ഞാൻ ഈ കർവിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് എന്താണ് ഈ ഇവിടുത്തെ ഈൽഡ് സ്ട്രെസ്സുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെസ്സിന് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ സ്ലെൻഡർനെസ് റേഷ്യോ ഞാൻ അല്പം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കറസ്പോണ്ടിങ് ക്രിട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത്രത്തോളം അല്ലേ, ഇവിടുത്തെ ഈനെ ഞാൻ അല്പം ഒന്ന് ഇപ്പുറത്തോട്ടാണ് അല്ലെങ്കിൽ ഇവിടെ മേലെയാണ് സ്ലെൻഡർനെസ് റേഷ്യോ ഉള്ളതെങ്കിൽ ഇവിടുത്തെ എന്താണ് ക്രിട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ എടുക്കുമ്പോഴത്തേക്ക് ഈ കർവിൽ പോയിന്റ് ഇവിടെ വരും അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ വരും അല്ലേ. അപ്പം ഈ പോയിന്റിലെ സ്ട്രെസ് എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഈൽഡ് സ്ട്രെസ് അല്ലേ, ഈൽഡ് സ്ട്രെസ് ഫോർ ദി മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ ഇതിനെക്കാട്ടിയും കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കോളം മാനുഫാക്ചർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു പരിധിക്കപ്പുറം സ്ലെൻഡർനെസ് റേഷ്യോ കുറച്ച് കഴിഞ്ഞാൽ ഓയിലേഴ്സ് ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റാതെ വരും. ഓക്കെ, അതാണ് ഈ ഗ്രാഫ് കൊണ്ട് പറയുന്നത്.
ഓക്കെ, ഇനി സ്ലെൻഡർനെസ് റേഷ്യോയുടെ ചെറിയ രണ്ട് ന്യൂമറിക്കൽസ് ആണ്. അല്ലെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിറൈവ് ദി ഫോർമുല ഫോർ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് ഡയമീറ്റർ ഡി ആൻഡ് എ റെക്ടാങ്കിൾ വിത്ത് ബി ആൻഡ് ഡെപ്ത് ഡി. ഓക്കെ, ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഫോർമുലയും പിന്നെ ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഫോർമുലയും. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും ഐ ഈക്വൽ ടു പൈ ഡി റൈസ് ടു 4/64, എ ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ബൈ 4. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ട ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് ഗൈറേഷന് വേണ്ടിയുള്ള ഫോർമുല നോട്ട് ചെയ്തോളണം. ഐ ഈക്വൽ ടു എ കെ സ്ക്വയർ. ഓക്കെ, ഇവിടെ നോട്ട് ചെയ്തിട്ടില്ല, ഇതിൽ പറഞ്ഞിട്ടില്ല. ഐ ഈക്വൽ ടു ക്യാപിറ്റൽ എ ക്യാപിറ്റൽ കെ സ്ക്വയർ. ക്യാപിറ്റൽ ഐ ഈക്വൽ ടു ക്യാപിറ്റൽ എ ഇൻറ്റു ക്യാപിറ്റൽ കെ സ്ക്വയർ. തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതേണ്ട ഇത് ഐ ഈക്വൽ ടു ക്യാപിറ്റൽ എ ഇൻറ്റു ക്യാപിറ്റൽ കെ സ്ക്വയർ. ഐ ഈക്വൽ ടു എ കെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഐയുടെ വാല്യൂയും എയുടെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം? കെ സ്ക്വയർ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ കെ ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എ എന്ന് എഴുതാം. കെ ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എ. ഓക്കെ, ഇപ്പോൾ കെ ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എ എന്നുള്ള ഫോർമുല വെച്ചിട്ട് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിച്ചപ്പോൾ വാല്യൂ എത്ര വന്നു? d/4 വന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ റെക്ടാങ്കിളിൻ്റെ കേസിൽ. ഓക്കെ, റെക്ടാങ്കിളിൻ്റെ കേസിൽ നോക്കുമ്പോഴത്തേക്കും റെക്ടാങ്കിളിൻ്റെ കേസിൽ രണ്ട് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വാല്യൂസ് ബി ഡി ക്യൂബും വരും. ഓക്കെ, ബി ഡി ക്യൂബ് ബൈ 12 വരും, ഡി ബി ക്യൂബ് ബൈ 12 വരും. ഓക്കെ, അതിൽ ചെറിയ വാല്യൂ വേണം നമ്മൾ ഐ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറിയ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? ബി ഡി ക്യൂബ് ബൈ 12 ആണ് ചെറിയ വാല്യൂ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബി ഡി ക്യൂബ് ബൈ 12 എന്ന് പറയുന്നത് റെക്ടാങ്കിളിൻ്റെ കേസിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആയിട്ട് എടുത്തു. റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബി ഡി ആണ്. കെ ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എ. റൂട്ട് ഓഫ് ഐ ബൈ എ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡി ബൈ റൂട്ട് 12 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വാല്യൂസ് ഒരേ സെക്ഷനിൽ ഒന്നിലധികം രണ്ട് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വാല്യൂസ് ഉണ്ടെങ്കിൽ അതിൽ ചെറിയ വാല്യൂ വേണം നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ കാൽക്കുലേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, ഇത് സ്ലെൻഡർനെസ് റേഷ്യോയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് എ സ്ട്രട്ട് മെയ്ഡ് ഫ്രം എ ഹോളോ ട്യൂബ് 20 mm ഔട്ട്സൈഡ് ഡയമീറ്റർ ആൻഡ് 16 mm ഇൻസൈഡ് ഡയമീറ്റർ ആൻഡ് 1.2 meter long and 1.2 meter long. ഓക്കെ, അപ്പം സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്, ഹോളോ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്, ഹോളോ ട്യൂബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഐ ഈക്വൽ ടു പൈ ഇൻറ്റു ഡി റൈസ് ടു 4 മൈനസ് ഡി റൈസ് ടു 4/64. ഓക്കെ, ഇത് ഹോളോ സർക്കുലർ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുലയാണ്. അതായത് ഔട്ടർ സർക്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ പൈ ഡി റൈസ് ടു 4/64. അതിൽ നിന്ന് ഇന്നർ സർക്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ പൈ ഡി റൈസ് ടു 4/64. ആദ്യത്തേൽ പൈ ക്യാപിറ്റൽ ഡി റൈസ് ടു 4/64ൽ നിന്ന് പൈ സ്മോൾ ഡി റൈസ് ടു 4/64 എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യുമ്പോഴത്തേക്ക് ഐയുടെ വാല്യൂ 4637 mm റൈസ് ടു 4 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഹോളോ സർക്കുലർ എന്താണ് സർക്കുലർ ട്യൂബ് അല്ലേ? സർക്കുലർ ട്യൂബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഹോളോ ട്യൂബാണ്. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ രണ്ട് സർക്കിളുകൾ. ഓക്കെ, അപ്പോൾ ആ രണ്ട് സർക്കിളിനും ഇൻസൈഡ് സർക്കിളിൽ എന്ത് കാണത്തില്ല? മെറ്റീരിയൽ കാണത്തില്ല അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പം അവിടുത്തെ എഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഔട്ടർ സർക്കിളിൻ്റെ ഏരിയ. ഓക്കെ, ഔട്ടർ സർക്കിളിൻ്റെ ഏരിയ എന്താണ്? പൈ ഡി സ്ക്വയർ ബൈ 4. ഓക്കെ, പൈ ക്യാപിറ്റൽ ഡി സ്ക്വയർ ബൈ 4 ഔട്ടർ സർക്കിളിൻ്റെ ഏരിയ മൈനസ് പൈ സ്മോൾ ഡി സ്ക്വയർ ബൈ 4 ഇന്നർ സർക്കിളിൻ്റെ ഏരിയ കുറയ്ക്കും. അപ്പോഴായിരിക്കും അവിടുത്തെ എഫക്റ്റീവ് ഏരിയ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ എഫക്റ്റീവ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ തരത്തിൽ ഇത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഹോളോ സെക്ഷൻസിൻ്റെ കേസിലാണ്. ഓക്കെ, അപ്പം ഇവിടെ ഐയുടെ വാല്യൂം കിട്ടി, എയുടെ വാല്യൂം കിട്ടി. കെ കിട്ടാൻ വേണ്ടി ഫോർമുല എന്ന് പറയുന്നത് കെ ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എ അല്ലെങ്കിൽ ഐ ഈക്വൽ ടു എ കെ സ്ക്വയർ. ഐ ഈക്വൽ ടു എ കെ സ്ക്വയർ. അതിൽ നിന്ന് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഐ ബൈ എ. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ കെയുടെ വാല്യൂ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ വാല്യൂ 6.4. റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്, അതുകൊണ്ട് യൂണിറ്റ് ലെങ്ത്തിൻ്റെ തന്നെ യൂണിറ്റ് ആയിരിക്കും, മില്ലിമീറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് സ്ലെൻഡർനെസ് റേഷ്യോ. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്ലെൻഡർനെസ് റേഷ്യോ ഈക്വൽ ടു ലെങ്ത് ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ അല്ലേ? ലെങ്ത് ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 1.2 meters. ഓക്കെ, ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് 6.4 mm അല്ലേ? 1.2 meters-നെ 1200 mm എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 6.4 mm. സോൾവ് ചെയ്യുമ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ ഈക്വൽ ടു 187.5. 187.5 ആണ് അവിടുത്തെ സ്ലെൻഡർനെസ് റേഷ്യോ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ഷോർട്ട് കോളമാണോ ലോങ് കോളമാണോ എന്നുള്ളത് പറയാൻ പറ്റും. അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഏത് ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓയിലേഴ്സ് തിയറി ഫോർ ലോങ് കോളം അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് റാങ്കൈൻസ് ഫോർമുല. ഓക്കെ, അപ്പോൾ റാങ്കൈൻസ് ഫോർമുല എന്ന് പറയുന്നത് ദിസ് ഈസ് ആൻ എംപിരിക്കൽ ഫോർമുല വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത്
ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ബോത്ത് ഷോർട്ട് ആൻഡ് ലോങ് കോളംസ് അല്ലെ. ഷോർട്ട് കോളംസിനും ലോങ് കോളംസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് റാങ്കൈൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഓയിലേഴ്സ് ഫോർമുലയുടെ പോരായ്മ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ലോങ് കോളംസിന് മാത്രമേ ആ ഒരു ഫോർമുല യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അവിടെ കംപ്രസീവ് സ്ട്രെസ് കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, അവിടുത്തെ ഡയറക്റ്റ് കംപ്രഷൻ എഫക്ട്സ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, ഓയിലേഴ്സ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. പകരം ബക്ലിംഗ് കണ്ടീഷൻ മാത്രമേ നോക്കിയുള്ളായിരുന്നു. ഓക്കെ, ഇതിൽ വന്നിട്ട് റാങ്കൈൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്സിന്റെ കണ്ടീഷനും അതുപോലെ തന്നെ ബക്ലിങ്ങിന്റെ കണ്ടീഷൻ രണ്ടും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു എംപിരിക്കൽ ഫോർമുല ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഫോർമുല നോക്കുമ്പോഴത്തേക്കും 1/PR = 1/PC + 1/PE. ഓക്കെ, 1/PR = 1/PC + 1/PE. ഓക്കെ, PR എന്ന് പറയുന്നത് അവിടുത്തെ റാങ്കൈൻ ലോഡ്, PC എന്ന് പറയുന്നത് അവിടുത്തെ കംപ്രസീവ് എന്താണ് ഡ്യൂ ടു ഡയറക്റ്റ് കംപ്രഷൻ ലോഡ് ഡ്യൂ ടു ഡയറക്റ്റ് കംപ്രഷൻ. PE എന്ന് പറയുന്നത് അവിടുത്തെ ഓയിലേഴ്സ് ക്രിപ്ലിംഗ് ലോഡ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് അല്ലേ. നേരത്തെ PE മാത്രമേ എടുത്തോളായിരുന്നു അല്ലേ. ഇപ്പം എന്ത് ചെയ്യുന്ന 1/PC + 1/PE എടുക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ആക്ച്വൽ ലോഡ് 1/PR കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ ഫോർമുലയുടെ പ്രത്യേകത ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് ഷോർട്ട് ആൻഡ് ലോങ് കോളംസ്. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും PR = σc × A by 1 + σc by π² E × LE/kd (² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു ടേം σc/π² നെ നമുക്ക് റാങ്കൈൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. റാങ്കൈൻ കോൺസ്റ്റന്റ് വന്നിട്ട് A. ഓക്കെ, അപ്പോൾ റാങ്കൈൻ ഫോർമുല എന്ന് പറഞ്ഞ് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട ഫോർമുല ഇതാണ്. ഓക്കെ, എന്താ ഫോർമുല? റാങ്കൈൻ ലോഡ് = σc × A the whole divided by 1 + A into LE/kd (² ഓക്കെ, ഇതിൽ σc എന്ന് പറയുന്നത് ഓക്കെ σc അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പായിട്ട് PR എന്ന് പറയുന്ന ഇവിടുത്തെ റാങ്കൈൻ ക്രിപ്ലിംഗ് ലോഡ്, PC എന്ന് പറയുന്ന ഇവിടുത്തെ അൾട്ടിമേറ്റ് ലോഡ് ഫോർ എ സ്ട്രട്ട്, PE എന്ന് പറയുന്നത് ഓയിലേഴ്സ് ലോഡ് ഫോർ എ സ്ട്രട്ട് അല്ലെങ്കിൽ കോളം. ഓക്കെ, വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന സ്ട്രട്ടുകളെയാണ് നമ്മൾ കോളം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്ട്രട്ട്സ് ആകുമ്പോഴത്തേക്കും ഇൻക്ലൈൻഡ് ആയിട്ടും വരാം. ഓക്കെ, ഇപ്പം വെർട്ടിക്കൽ സ്ട്രട്ടുകളെയാണ് നമ്മൾ കോളംസ് എന്ന് വിളിക്കുന്നത്. ആ കോളത്തിൻ്റെ അകത്ത് വരുന്നത് കംപ്രസീവ് ലോഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ PEക്ക് വരെ നമ്മൾ എന്താ കൊടുക്കുന്നത്? π² EI/LE² തന്നെയാണ്. ഓക്കെ, അപ്പം PR റാങ്കൈൻ ലോഡ്, PC അൾട്ടിമേറ്റ് ലോഡ്, PE എന്ന് പറയുന്നത് ഓയിലേഴ്സ് ലോഡ് ഫോർ ദി കോളം ഓർ സ്ട്രട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ റാങ്കൈൻ ഫോർമുല എന്ന് പറയുന്നത്. അതിൽ PR = σc × A by 1 + A × LE/kd (² ഇതിൽ σc എന്ന് പറയുന്നത് മാക്സിമം കംപ്രസീവ് സ്ട്രെസ്, മാക്സിമം പോസിബിൾ കംപ്രസീവ് സ്ട്രെസ് ആണ് σc എന്ന് പറയുന്നത്. മാക്സിമം പോസിബിൾ കംപ്രസീവ് സ്ട്രെസ്. A എന്ന് പറയുന്നത് റാങ്കൈൻ കോൺസ്റ്റന്റ്, LE എന്ന് പറയുന്നത് ഇക്വലന്റ് ലെങ്ത്, K എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, അപ്പം യൂഷ്വലി റാങ്കൈൻ കോൺസ്റ്റന്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും വാല്യൂ. ഓക്കെ, σcയുടെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമുക്കിതിൽ റാങ്കൈൻ ലോഡ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂമറിക്കൽസ് 1-2 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. Okay, for short columns, PE is very large and therefore 1/PE is small in comparison to 1/PC. അല്ലേ, ഷോർട്ട് കോളംസ് ആകുമ്പോഴത്തേക്കും അവിടെ PEയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/PE എടുക്കുമ്പോഴത്തേക്കും വളരെ കുറവായിട്ട് വരും അല്ലേ. 1/PEയുടെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഷോർട്ട് കോളത്തിൻ്റെ കേസിൽ PE എന്ന് പറയുന്ന അല്ലേ ഓയിലേഴ്സ് ലോഡ് കൂടുതലായിരിക്കും. ഷോർട്ട് കോളത്തിൽ കൂടുതൽ ലോഡ് കൊടുത്താലേ അവിടെ ബക്കിൾ ചെയ്യത്തുള്ളൂ ഷോർട്ട് കോളത്തിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ അവിടെ എഫക്റ്റീവായിട്ട് വരുന്ന ലോഡ് ഏതായിരിക്കും? ഇവിടുത്തെ PC ആയിരിക്കും. ഓക്കെ, ലോങ് കോളംസിൻ്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും PEയുടെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ 1/PE എടുക്കുമ്പോഴത്തേക്കും വളരെ കൂടുതലും എന്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1/PCനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും 1/PE ആയിരിക്കും വളരെ കൂടുതൽ. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷൻസിൽ ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഈക്വൽ ടു ഓയിലേഴ്സ് ലോഡ് ആയിരിക്കും. ഓക്കെ, ഫോർ ഷോർട്ട് കോളംസ് crippling load is practically equal to PC, and for long columns crippling load is practically equal to PE. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് വന്നിട്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിനുള്ള σc വാല്യൂസ്. σc എന്ന് പറയുന്നത് മാക്സിമം പോസിബിൾ കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ. അതുപോലെ തന്നെ പിന്നെ എന്താ വരുന്നത്? ഇവിടുത്തെ
റാങ്കൈൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റാങ്കൈൻ കോൺസ്റ്റൻറ്റ് നോക്കുമ്പോൾ 1/1600, 1/9000 ഈ തരത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓരോ മെറ്റീരിയൽസിനും ഓരോ റാങ്കൈൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എ 3.2 meter long fixed end hollow cast iron column has its internal and external diameters as 60 mm and 80 mm respectively. Okay, determine the Rankine's crippling load using the value of crushing stress. Okay, crushing stress to be 500 megapascal and the value of Rankine constant 1/1600. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കോളം ഉണ്ട്, ഫിക്സഡ് എൻഡ് ഹോളോ കാസ്റ്റ് അയൺ കോളമാണ്. ഓക്കെ, അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 3.2 meters. 3.2 meters. ഓക്കെ, രണ്ട് എൻഡും ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ശരി. പിന്നെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഡയമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഡയമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കോളത്തിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്രോസ് സെക്ഷനിൽ രണ്ട് സർക്കിൾസ് കാണും. ഒരു ഔട്ടർ സർക്കിൾ ക്യാപിറ്റൽ ഡി ഡയമീറ്റർ ഉള്ളതും പിന്നെ ഒരു ഇന്നർ സർക്കിൾ സ്മോൾ ഡി ഡയമീറ്റർ ഉള്ളതും. ഇതായിരിക്കും ഈ ബീമിൻ്റെ ഈ കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഔട്ടർ ഡയമീറ്റർ വന്നിട്ട് 80, ഔട്ടർ ഡയമീറ്റർ വന്നിട്ട് 80യും ഇന്നർ ഡയമീറ്റർ വന്നിട്ട് 60 millimeters. ഇന്നർ ഡയമീറ്റർ വന്നിട്ട് 60 millimeters ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ശരി. അപ്പം ഇങ്ങനെയുള്ളൊരു കോളം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റാസ് എടുത്ത് എഴുതുമ്പോഴത്തേക്കും ഫിക്സഡ് കോളം, ഫിക്സഡ് എൻഡ് ഹോളോ കാസ്റ്റ് അയൺ കോളം. ഓക്കെ, ഇവിടുത്തെ ലോഡെന്ന് ഡയമീറ്റർ ഡി എന്ന് പറയുന്നത് 80 millimeters. ഇത് മില്ലിമീറ്റേഴ്സ് ആണ് കേട്ടോ, ഇത് വന്നിട്ട് മില്ലിമീറ്റേഴ്സ് ആണ്, 80 millimeters. ഇന്നർ ഡയമീറ്റർ എന്ന് പറയുന്നത് സ്മോൾ ഡി ഈക്വൽ ടു 60 millimeter. ഇന്നർ ഡയമീറ്റർ എന്ന് പറയുന്നത് സ്മോൾ ഡി ഈക്വൽ ടു 60 millimeter. ഔട്ടർ ഡയമീറ്റർ 80 millimeterഉം ഇന്നർ ഡയമീറ്റർ എന്ന് പറയുന്നത് 60 millimeters. ഓക്കെ, റാങ്കൈൻ കോൺസ്റ്റന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ കൊണ്ടാണ്. അത് 1/1600 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പം 1/1600 പറഞ്ഞിട്ടുണ്ട്, 80 millimeter പറഞ്ഞിട്ടുണ്ട്, 60 millimeter പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലെങ്ത് ഓഫ് ദി കോളം എന്ന് പറയുന്നത് 3.2 meters. ലെങ്ത് ഓഫ് ദി കോളം 3.2 meters. അത് ആക്ച്വൽ ലെങ്ത് ഓഫ് ദി കോളമാണ്. ഓക്കെ, പിന്നെ വന്നിട്ട് സിഗ്മ സി ഈക്വൽ ടു 500 megapascal. ഓക്കെ, സിഗ്മ സി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഈ ക്രഷിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് സിഗ്മ സി ആണ്. ഓക്കെ, സിഗ്മ സി ഇൻറ്റു എ ബൈ 1 + a ഇൻറ്റു LE/kd² എന്നാണ് റാങ്കൈൻ ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഫോർമുല അല്ലേ. അപ്പോൾ അതിൽ ആ സിഗ്മ സീനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്രഷിംഗ് സ്ട്രെസ്. ഓക്കെ, ക്രഷിംഗ് സ്ട്രെസ് വന്നിട്ട് 500 megapascal. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റാങ്കൈൻ ക്രിപ്ലിംഗ് ലോഡ്. ഓക്കെ, റാങ്കൈൻ ക്രിപ്ലിംഗ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് വേണ്ടത് എന്താണ്, ഇവിടുത്തെ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ കെയും നമുക്ക് വേണ്ടത് k² ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ k² കണ്ടുപിടിക്കാൻ വേണ്ടി ഐ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിലത്തെ എന്താണ് ഹോളോ സർക്കുലർ ട്യൂബാണല്ലോ അല്ലേ, ഹോളോ കാസ്റ്റ് അയണിൻ്റെ ട്യൂബാണ്. ഓക്കെ, അപ്പോൾ അത് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അതിൽ πd⁴/64 മൈനസ് π സ്മോൾ d⁴/64. ഓക്കെ, d⁴/64. ഓക്കെ, ഈക്വൽ ടു സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 1374.4 എന്ന് വരും. ഓക്കെ, ഇൻറ്റു 10⁻³ mm⁻⁴. അതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്, mm⁻⁴. ഓക്കെ, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പൈ. ഓക്കെ, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും π d² അല്ലേ, πd² മൈനസ് d²/4 അല്ലേ, π ക്യാപിറ്റൽ d² മൈനസ് സ്മോൾ d²/4 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്തപ്പോഴത്തേക്കും 2199.1 mm² എന്ന് വരും. ഓക്കെ, അതിൽ നിന്ന് k². ഓക്കെ, k² കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് I = AK². I = AK² അല്ലേ. അപ്പോൾ അതിൽ ഐയുടെ വാല്യൂ ആയിട്ടുണ്ട്, എയുടെ വാല്യൂ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ k² കണ്ടുപിടിക്കാം. 625 mm² എന്നാണ് k² വന്നത്. ഓക്കെ, k² = 625 mm² അല്ലേ. k² വാല്യൂ എന്ന് പറയുന്നത് 625 mm². ഓക്കെ, അതിൽ നിന്ന് നമുക്ക് റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ്, റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഫോർമുല ഓർത്തിരിക്കുക. സിഗ്മ സി, ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്തോളണം. ഓക്കെ, സിഗ്മ സി. ഓക്കെ, സിഗ്മ സി ഇൻറ്റു എ ബൈ 1 + a ഇൻറ്റു LE/kd². ഓക്കെ, ബോത്ത് എൻഡ്സ് ഫിക്സഡ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 3.2 meter ലോങ് ഫിക്സഡ് എൻഡ്
എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആണ്. ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആകുമ്പോഴത്തേക്ക് ഇക്വലൻ്റ് ലെങ്ത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് L/2 ആയിരിക്കും. ഓക്കെ, ഇക്വലൻ്റ് ലെങ്ത് ഈക്വൽ ടു ആക്ച്വൽ ലെങ്ത് ബൈ 2 ആയിരിക്കും. അപ്പോൾ 3.2/2 എടുക്കുമ്പോഴത്തേക്കും 1.6 മീറ്റേഴ്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ സിഗ്മ സിയുടെ വാല്യൂ അറിയാം. ക്യാപിറ്റൽ എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. 1 പ്ലസ് എയുടെ റാങ്കൈൻ കോൺസ്റ്റൻറ്റ് എയുടെ വാല്യൂ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1/1600 ആണ് റാങ്കൈൻ കോൺസ്റ്റൻറ്റ് വാല്യൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു Le/kd ഹോൾ സ്ക്വയർ അല്ലേ. അപ്പം Le സ്ക്വയർ Le 1.6 മീറ്റേഴ്സ് അല്ലേ, അതിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാം മില്ലിമീറ്റേഴ്സിലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം മില്ലിമീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. കെ എന്ന് പറയുന്നത് കെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചു. കെ സ്ക്വയറിൻ്റെ വാല്യൂ 625 മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ 308.9 കിലോ ന്യൂട്ടൺസ് എന്ന് വരും. ഓക്കെ, അതാണ് അവിടുത്തെ റാങ്കൈൻ സ്ക്രിപ്ലിംഗ് ലോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്യൂബുലാർ സ്ട്രട്ട് പിൻ ജോയിൻറ്റഡ് അറ്റ് ബോത്ത് എൻഡ്സ്. ഓക്കെ, ഇത്തവണ എന്താണ്, രണ്ട് എൻഡുകളും പിൻ ജോയിൻറ്റഡ് ആയിരുന്നു. നേരത്തെ രണ്ട് എൻഡും ഫിക്സഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എ ട്യൂബുലാർ സ്ട്രട്ട് പിൻ ജോയിൻറ്റഡ് അറ്റ് ബോത്ത് എൻഡ്സ്. ഓക്കെ, അപ്പം പിൻ ജോയിൻറ്റഡ് അറ്റ് ബോത്ത് എൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇക്വലൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്ത് ഓഫ് ദി കോളത്തിന് തന്നെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, പിന്നെ ഔട്ടർ ആൻഡ് ഇന്നർ ഡയമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഔട്ടർ ഡയമീറ്റർ 40, ഇന്നർ ഡയമീറ്റർ വന്നിട്ട് 36 മില്ലിമീറ്റർ, 2.4 മീറ്റർ ലോങ് അല്ലേ. അപ്പോൾ ഇവിടെയും കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ രണ്ട് സർക്കിൾസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, അതിൽ ഔട്ടർ ഡയമീറ്റർ ക്യാപിറ്റൽ ഡിയും ഇന്നർ ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ ഡിയും ആയിട്ട് എടുത്തു പോകുന്നു. ഓക്കെ, ശരി. അപ്പം ഔട്ടർ ഡി വന്നിട്ട് 40 മില്ലിമീറ്റർ, ഇന്നർ ഡയമീറ്റർ വന്നിട്ട് 36 മില്ലിമീറ്റർ, ലെങ്ത് എന്ന് പറയുന്നത് 2.4 മീറ്റേഴ്സ് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റാങ്കൈൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1/7500. ഓക്കെ, ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിഗ്മ സി ഈക്വൽ ടു 310 MPa. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രഷിംഗ് സ്ട്രെസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പകരം പറഞ്ഞിരിക്കുന്നത് ഈൽഡ് സ്ട്രെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈൽഡ് സ്ട്രെസ്സും ക്രഷിംഗ് സ്ട്രെസ്സും എല്ലാം എന്തിൻ്റെ വാല്യൂ തന്നെയാണ്, സിഗ്മ സിയുടെ വാല്യൂ തന്നെയാണ്. ഓക്കെ, ശരി. ഇ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 204 GPa. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ടു കമ്പയർ ക്രിപ്ലിംഗ് ലോഡ് ബൈ ഓയിലേഴ്സ് ആൻഡ് റാങ്കൈൻ ഫോമുല. രണ്ട് ഫോമുലയും വെച്ചിട്ടുള്ള ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് കമ്പയർ ചെയ്യും. പിന്നെ മിനിമം ലെങ്ത് ടു അപ്ലൈ ഓയിലേഴ്സ് ഫോമുല. അപ്പോൾ ഓയിലേഴ്സ് ഫോമുല ഒരു ലെങ്ത്തിനപ്പുറം കുറഞ്ഞു കഴിഞ്ഞാൽ ഓയിലേഴ്സ് ഫോമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. സെൻട്രൽനെസ് റേഷ്യോ ഒരു പരിധിക്കപ്പുറം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓയിലേഴ്സ് ഫോമുല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം എത്ര ആണ് മിനിമം ലെങ്ത് വേണ്ടത്, ഓയിലേഴ്സ് ഫോമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള മിനിമം ലെങ്ത് ഓഫ് കോളം എത്രയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് കെ സ്ക്വയർ തന്നെയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാം, എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഐ ഈക്വൽ ടു പൈ ഡി റേസ് ടു 4/64 മൈനസ് പൈ ഡി റേസ് ടു 4/64. ഇവിടെ പൈ ഡി സ്ക്വയർ ബൈ 4 മൈനസ് പൈ ഡി സ്ക്വയർ ബൈ 4. ഓക്കെ, ആദ്യം പറഞ്ഞത് ക്യാപിറ്റൽ ഡിയും രണ്ടാമത്തത് സ്മോൾ ഡി അല്ലേ. ഇവിടെയും ഇത് വന്നിട്ട് ക്യാപിറ്റൽ ഡിയും, ഓക്കെ, രണ്ടാമത്തതെന്ന് പറയുന്നത് സ്മോൾ ഡിയുമാണ്, രണ്ടാമത്തത് വന്നിട്ട് സ്മോൾ ഡിയുമാണ്. ഓക്കെ, ഇവിടെയും ആദ്യത്തത് ക്യാപിറ്റൽ ഡി, രണ്ടാമത്തത് സ്മോൾ ഡി. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്തോളണം. ഓക്കെ, അതിൽ നിന്ന് ഐ ഈക്വൽ ടു എ കെ സ്ക്വയർ എന്ന് പറയുന്ന റിലേഷൻ നമുക്കറിയാം. അതിൽ കെ സ്ക്വയർ ഈക്വൽ ടു ഐ ബൈ എ. ഓക്കെ, അപ്പോൾ ഐയുടെ വാല്യൂ ഇവിടെ ഉണ്ട്, ഐയുടെ വാല്യൂ ഉണ്ട്, എയുടെ വാല്യൂ ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് കെ സ്ക്വയർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഓയിലേഴ്സ് ലോഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഓയിലേഴ്സ് ലോഡ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ ഇ സ്ക്വയർ. ഓക്കെ, പൈ സ്ക്വയർ വാല്യൂ അറിയാം, ഇയുടെ വാല്യൂ അറിയാം, ഐയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഓക്കെ, ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എൽ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത്, ഓക്കെ, ബോത്ത് എൻഡ്സ് പിൻ ജോയിൻ്റ് ആണല്ലോ, അപ്പോൾ എൽ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് എല്ലിന് തന്നെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ 2.4 മീറ്റേഴ്സ് തന്നെയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മില്ലിമീറ്റേഴ്സിലാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 2400 ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, ഇനി ഓയിലേഴ്സ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് 15,106 ന്യൂട്ടൺസ്. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ റാങ്കൈൻ ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പി ഈക്വൽ ടു സിഗ്മ സി എ ബൈ 1 + a ഇൻറ്റു എൽ ബൈ കെ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, എൽ ഇ ബൈ കെ ദി ഹോൾ സ്ക്വയർ എന്നാണ്. ഇത് ബോത്ത് എൻഡ്സ് പിൻഡ് ആയതുകൊണ്ടാണ് എൽ ഇ ഈക്വൽ ടു എൽ ആയത്. ഓക്കെ, സിഗ്മ സിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ ക്രഷിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെസ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എയുടെ വാല്യൂ ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 + a റാങ്കൈൻ കോൺസ്റ്റന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എൽ എന്ന് പറയുന്നത് 2400 സ്ക്വയർ ബൈ കെ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം അത് 14,054 ന്യൂട്ടൺസ്. ഓക്കെ, പി ബൈ പി എന്ന് പറയുന്ന റേഷ്യോ എടുത്തു, പിയും കിട്ടി അല്ലെ, പി ബൈ പി എടുത്തപ്പോൾ 1.07.
ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റിംഗ് ലെങ്ത് ഫോർ ഓയിലേഴ്സ് ഫോർമുല, അല്ലെ, ഓയിലേഴ്സ് ഫോർമുലയിലേക്കുള്ള ലിമിറ്റിംഗ് ലെങ്ത് എത്രയാണെന്നാണ്. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഓയിലേഴ്സ് ലോഡ് എഴുതുക. ഓയിലേഴ്സ് ലോഡ് ഇക്വേഷൻ എന്താണ്? പി ഈക്വൽ ടു പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ. ഇതിൽ പിക്ക് പകരം നമുക്ക് സിഗ്മ സി ഇൻറ്റു എ എന്ന് എഴുതാം. പിക്ക് പകരം സിഗ്മ സി ഇൻറ്റു എ എന്ന് എഴുതാം. കാരണം ലോഡ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണല്ലോ, സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. ഇതാണ് ഇവിടുത്തെ ഈൽഡ് സ്ട്രെസ്. ഓക്കെ, അപ്പം ഈൽഡ് സ്ട്രെസ് ആയിരിക്കും അവിടുത്തെ ലിമിറ്റിംഗ് കണ്ടീഷൻ ആയിട്ട് വരുന്നത്. ഈൽഡ് സ്ട്രെസ്സിന് അപ്പുറത്തേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്ലാസ്റ്റിക് റീജിയൻ ആയി, അല്ലേ. അപ്പം വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് ഏതാണ് എടുക്കുന്നത്, നമ്മൾ എന്താണ് ഇലാസ്റ്റിക് റീജിയനുള്ളിലുള്ള കണ്ടീഷൻ എടുക്കുമ്പോഴത്തേക്കും സിഗ്മ സി ഇൻറ്റു എ. അപ്പോൾ ഈൽഡ് സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഇവിടെയും ഏരിയ വരുന്നുണ്ട്, ഇപ്പുറത്തും റൈറ്റ് സൈഡിലും ഏരിയ വരുന്നുണ്ട്. ക്യാൻസൽ ചെയ്ത് പോയി സിഗ്മ സിയുടെ വാല്യൂ കണ്ടുപിടിച്ചു, അല്ലേ. സിഗ്മ സി ഈക്വൽ ടു പൈ സ്ക്വയർ ഇ കെ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ഓക്കെ, ഇതിൻ്റെ അകത്ത് സിഗ്മ സിയുടെ വാല്യൂ അറിയാം. ഓക്കെ, ഇയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. കെ സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. അതിൽ നിന്ന് എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ 1287 മില്ലിമീറ്റേഴ്സ് അല്ലെങ്കിൽ 1.287 മീറ്റേഴ്സ്. ഓക്കെ, അപ്പം ഈ വാല്യൂയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യനിൽ ഒരു കോളം നമ്മൾ ഈ പറഞ്ഞ ഡയമെൻഷനിൽ ഒരു കോളം ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇഫ് ദി ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ 1.287 മീറ്റേഴ്സ് ദെൻ ദി കോളം ബിഹേവ്സ് ആസ് എ ലോങ് കോളം ആൻഡ് ഓയിലേഴ്സ് ഫോർമുല ക്യാൻ ബി അപ്ലൈഡ്. ഇതിനെക്കാട്ടിയും കുറഞ്ഞ ഒരു ലെങ്ത്, അതായത് 1 മീറ്ററിൻ്റെ ഒരു കോളം ചെയ്യുവാണെങ്കിൽ ഈ ഡയമെൻഷൻസ്, ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസും മെറ്റീരിയലും എല്ലാം ഈ സെയിം എടുത്തിട്ട് 1 മീറ്ററിൻ്റെ ഒരു കോളമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല? ഈ പറയുന്ന ഓയിലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A hollow cylindrical cast iron column is 4 meter long with both ends fixed. Determine the minimum diameter of the column if it has to carry a safe load of 250 kilonewton with a factor of safety of 5. അപ്പോൾ ഇവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റിയും കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇന്റേണൽ ഡയമീറ്റർ ഈക്വൽ ടു 0.8 ടൈംസ് എക്സ്റ്റേണൽ ഡയമീറ്റർ. സിഗ്മ സി തന്നിട്ടുണ്ട്, റാങ്കൈൻ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, റാങ്കൈൻ ഫോർമുല യൂസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ദി കോളം ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആണ്, അല്ലേ. ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആകുമ്പോഴത്തേക്കും ഇക്വലന്റ് ലെങ്ത് എന്ന് പറയുന്നത് എൽ ഈക്വൽ ടു എൽ ബൈ 2 വരും, അല്ലേ. എൽ ഈക്വൽ ടു എൽ ബൈ 2, അല്ലേ. എൽ ബൈ 2 എന്നുള്ളതാണ് 0.5 എൽ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം 4 മീറ്റർ ഉള്ള കോളം ആകുമ്പോഴത്തേക്കും 4000 മില്ലിമീറ്റേഴ്സ് ആയിരിക്കും അവിടുത്തെ നീളം വരുന്നത്. അപ്പം എൽ ബൈ 2 എടുക്കുമ്പോൾ 2000 മില്ലിമീറ്റേഴ്സ്. സേഫ് ലോഡ് വന്നിട്ട് 250 ന്യൂട്ടൺസ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 5. ഓക്കെ, അപ്പം യൂഷ്വലി നമ്മൾ ഒരു കോളം മാനുഫാക്ചർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്താണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി കരുതിയിരിക്കും, അല്ലേ. അപ്പോൾ അത് ഫെയിൽ ആവുന്നതിനെക്കാട്ടിയും എത്രയോ അധികം സ്ട്രെങ്ത് കൂടുതലാക്കി അല്ലെങ്കിൽ ലോഡ് സ്റ്റാൻഡ് ചെയ്യാൻ കേപ്പബിലിറ്റി കൂടുതലാക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ അവിടുത്തെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു കോളം, ഒരു പർട്ടിക്കുലർ ഡയമെൻഷനിലുള്ള ഒരു കോളം 100 ന്യൂട്ടൺ ലോഡ് വരുമ്പോഴത്തേക്കും ഫെയിൽ ആവുമെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ആ 100 ന്യൂട്ടന് ആപ്റ്റായിട്ടുള്ള ഡയമെൻഷൻസ് അല്ലായിരിക്കും കോളത്തിന് കൊടുക്കുന്നത്. ഓക്കെ, ആ 100 ന്യൂട്ടണിനെക്കാട്ടിയും 5 ടൈംസ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി 5 ആണെങ്കിൽ 5 ടൈംസ് വരെ എന്താണ് ലോഡ് വന്നു കഴിഞ്ഞാൽ അത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഡയമെൻഷൻസ് ആയിരിക്കും, അല്ലേ. ഡയമെൻഷൻസ് ആയിരിക്കും ആ കോളത്തിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ക്രിപ്ലിംഗ് ലോഡ് ടു സേഫ് ലോഡ്, അല്ലേ. ഇപ്പോൾ ക്രിപ്ലിംഗ് ലോഡ് ടു സേഫ് ലോഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി 5 ആയിട്ടാണ് അവർ തന്നിരിക്കുന്നത്. സേഫ് ലോഡ് എന്ന് പറയുന്നത് 250. അപ്പോൾ ക്രിപ്ലിംഗ് ലോഡ് എത്രയാണ്? 1250 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ, അല്ലേ. അപ്പം ഇതിൽ ഈ ഒരു പർട്ടിക്കുലർ കോളം ക്രിപ്പിൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ബക്ലിംഗ് സംഭവിക്കാൻ പോകുന്ന ഈ ഒരു ലോഡിലാണ്, അല്ലേ. എന്നാൽ നമ്മൾ ലോഡ് എത്ര പേരെ ലിമിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്? 250 ന്യൂട്ടൺസ് വരെ ലോഡ് ലിമിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, അല്ലേ. 250 ന്യൂട്ടൺസ് വരെ ഇവിടുത്തെ ലോഡിനെ എന്ത് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്? ലിമിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ 1250 ക്രിപ്ലിംഗ് ലോഡ് 1250 ഇൻറ്റു 10⁻³ ഓക്കെ. സേഫ് ലോഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി 250 ന്യൂട്ടൺസ്. ഓക്കെ, ഇവിടെ വന്നിട്ട് ചെറിയൊരു കറക്ഷനുണ്ട്. ഇത് 250 ന്യൂട്ടൺസ് അല്ല, ഇത് 250 കിലോ ന്യൂട്ടൺസ് ആണ്. ഓക്കെ, ഒന്ന് കറക്റ്റ് ചെയ്തോളണം. ഇത് വന്നിട്ട് 250 ന്യൂട്ടൺസ് അല്ല, 250 കിലോ ന്യൂട്ടൺസ് എന്നാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ കിലോ ന്യൂട്ടൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 250 കിലോ ന്യൂട്ടൺ. ഓക്കെ, അതുകൊണ്ടാണ് 250 ഇൻറ്റു 10⁻³ ന്യൂട്ടൺസ് എന്ന്, അല്ലേ. 10⁻³ ന്യൂട്ടൺസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 250 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, 250 കിലോ ന്യൂട്ടൺ. ഓക്കെ, 250 കിലോ ന്യൂട്ടൺ ആണ് അവിടുത്തെ സേഫ് ലോഡ് എന്ന് പറയുന്നത്.
ഓക്കെ, ശരി. അപ്പം 250 കിലോ ന്യൂട്ടൺസ് കൊടുത്തു. ഓക്കെ, ക്രിപ്ലിംഗ് ലോഡ് ഈക്വൽ ടു 1250 ഇൻറ്റു 10⁻³ ന്യൂട്ടൺസ് ആക്കി. ഓക്കെ, പിന്നെ ഏരിയ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താണ്. പിന്നെ ഔട്ടർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡിയും ഇന്നർ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.8 ടൈംസ് ഡി എന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനനുസരിച്ച് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു, മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ കാൽക്കുലേഷൻ, അതിനുശേഷം റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷനുള്ള ഫോമുല I ഈക്വൽ ടു AK². അപ്പോൾ ഐയും എയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് K² കണ്ടുപിടിക്കാം അല്ലേ. പിന്നെ ക്രിപ്ലിംഗ് ലോഡ് P ഈക്വൽ ടു സിഗ്മ C ഇൻറ്റു A ബൈ 1 + A ഇൻറ്റു LE/kd ഹോൾ സ്ക്വയർ, റാങ്കൈൻ ഫോമുല. ഓക്കെ, അത് യൂസ് ചെയ്ത് ക്രിപ്ലിംഗ് ലോഡ് അല്ലേ, റാങ്കൈൻ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും 1250 ഇൻറ്റു 10⁻³ ന്യൂട്ടൺസ് അല്ലെങ്കിൽ 1250 കിലോ ന്യൂട്ടൺസ് എന്ന് വന്നു. ഓക്കെ, അപ്പം ഇതിൽ 1250 ഇൻറ്റു 10⁻³ കിലോ ന്യൂട്ടൺസ് എന്നുള്ളത് 1250 ഇൻറ്റു 10⁻³ ന്യൂട്ടൺസ് എന്നുള്ളത് ക്രിപ്ലിംഗ് ലോഡ് അതിവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് അൺനോൺ ആയിട്ട് നിൽക്കുന്നത് ഡയമീറ്റർ ഡി ആണ് അല്ലേ, ഡയമീറ്റർ ഡി ആണ് അവിടെ അൺനോൺ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുനിന്ന് ഡിയുടെ വാല്യൂ കിട്ടും. ഇതിൽ എ എല്ലാം നോൺ ആണ്, എയുടെ വാല്യൂ എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 1/1600 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഡി ഈക്വൽ ടു 136.3 മില്ലിമീറ്റേഴ്സ്, ഇൻറ്റേർണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 109 മില്ലിമീറ്റേഴ്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കുവാണെങ്കിൽ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്തായിരുന്നു എന്ന് പറഞ്ഞില്ല, ഡിറ്റർമിൻ ദി മിനിമം ഡയമീറ്റർ ഓഫ് ദി കോളം അല്ലേ, ഡയമീറ്റർ ഓഫ് ദി കോളമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോർഷനിൽ. ഓക്കെ, അപ്പോൾ അതിൽ ഡെറിവേഷനായിട്ട് വരുന്ന ഡിറൈവ് യൂലേഴ്സ് ഫോർമുല ഫോർ എ കോളം വിത്ത് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആയിട്ടുള്ള കോളത്തിൻ്റെ യൂലേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാനായിട്ടാണ് ഒരു എസ്സേ ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ എല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്ന് പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻസേഴ്സ് അവൈലബിൾ ആണ്, യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസും പറഞ്ഞിട്ടുണ്ട്.